ഭർത്താവ് മരിച്ചാലുള്ള തഹദീദ് ഇദ്ദ എന്ന് പറയാം. ഭർത്താവ് മരിച്ചാൽ ഭർത്താവിനോടുള്ള സ്ത്രീയുടെ ബന്ധം വളരെ കടുത്ത ബന്ധമാണ്. ഭർത്താവുമായുള്ള സ്ത്രീയുടെ അടുപ്പവും അങ്ങനെ തന്നെ. മാനസികമായി അതിൽ നിന്ന് മോചിതയാകാൻ തന്നെ കാലെടുക്കും. പുരുഷനെ പോലെയല്ല അവർ. ചില ആളുകൾ ഇതും പരിവശിച്ച് പറയാറുണ്ട്. ഭാര്യ വെച്ച ഓന് പിറ്റേന്ന് പോയി കെട്ടാം, ഇവര് 4 മാസം കാത്തിക്കണം. കാരണം അഖലില്ല, ബുദ്ധിയില്ലാതെ, അതുപോലെ യാതൊരു വിവേകവുമില്ലാത്ത ആളുകളാണ് അങ്ങനെ സംസാരിക്കാറുള്ളത്. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. يا حي يا قيوم برحمتك نستغيث. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين أبدا. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم توفنا مسلمين وألحقنا بالصالحين. أما بعد، സൂറത്തു തലാഖാണ് ഇന്ന് നമ്മൾ തഫ്സീർ പഠനം തുടങ്ങുന്നത് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന വഅഹ്സുൽ ഇദ്ദഹ വത്തഖുല്ലാഹ റബ്ബക്കും ലാ തുഖ്രിജൂഹുന്ന من بيوتهن ولا يخرجن إلا أن يأتين بفاحشة مبينة وتلك حدود الله ومن يتعد حدود الله فقد ظلم نفسه لا تدري لعل الله يحدث بعد ذلك أمرا. سورة طلاق مدنية സൂറത്തുകളിൽ ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയ്ക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ് തലാഖ്. തലാഖ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നിക്കാഹ്, ഭാര്യാഭർത്തൃബന്ധം വേർപെടുത്തുന്ന കാര്യത്തിനാണ് തലാഖ് എന്ന് പറയുക. ഭർത്താവിന്റെ കയ്യിലാണ്, പുരുഷന്റെ കയ്യിലാണ് തലാഖിന്റെ അവകാശമുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ മനുഷ്യരെ ഇരുട്ടിൽ വിട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ജീവിതത്തിൽ നമ്മുടെ ഇടപാടുകൾ, മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് അല്ലാഹു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അള്ളാഹുലോ പരലോകത്തിലോ റബ്ബിന്റെ ദീനിലോ വിശ്വാസമില്ലാത്ത ആളുകൾ പറയുന്നത് പോലെയല്ല കാര്യം. അവർ പറഞ്ഞേക്കും, അവർ ചോദിച്ചേക്കും, എന്തിനാണ് വിവാഹം, എന്തിനാണ് തലാഖ്, എന്തിനാണ് സാമൂഹ്യ ബന്ധങ്ങൾ, ഇതൊക്കെ തോന്നിയതുപോലെ തോന്നിവാസികളായി ജീവിച്ചാൽ പോരെ. അവർ പറയാറുണ്ട്, അവരെഴുതാറുണ്ട്, അവർ കവിത എഴുതും, അവർ പാട്ടുകൾ എഴുതും. എല്ലാം എന്തിനു വേണ്ടി? ഇൽഹാദിനു വേണ്ടി, ദീനിൽ നിന്ന് തികഞ്ഞ അരാജകത്വത്തിലേക്ക്, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെയുള്ള ആളുകൾ ചോദിക്കും, എന്തിനാണ് നിങ്ങളിങ്ങനെ, നിങ്ങളുടെ ഈ കെട്ടുപാടുകൾ, നിങ്ങളുടെ ഈ വിധികളും വിലക്കുകളും അതിർവരമ്പുകളും ഒക്കെ എന്തിനാണ് എന്നവർ ചോദിക്കും. ചില ആളുകളാകട്ടെ അവർക്ക് ഇഷ്ടപ്പെട്ടതിൽ അതിർവരമ്പുകൾ വേണം, എന്നാൽ വേറെ ചിലതിൽ അവർക്ക് വേണ്ടതില്ല. എന്തിനാണിപ്പോ വിവാഹം? പാറി നടക്കും പറവകളൊക്കെ ഇപ്പോ കല്യാണം കഴിച്ചിട്ടാണോ? ജന്തുക്കളൊക്കെ ഇപ്പോ വിവാഹം ചെയ്തിട്ടാണോ, നിക്കാഹ് നടത്തിയിട്ടാണോ എന്ന് ചോദിച്ചേക്കും. എന്നാൽ എല്ലാ കാര്യത്തിലും അവൻ ജന്തുക്കളെ പോലെ നടക്കുന്നില്ല
പറവകളും ജന്തുക്കളൊക്കെ ഒന്നും കുപ്പായിട്ടിട്ടല്ലോ നടക്കുന്നത്. ഓൻ കുപ്പായിട്ടിട്ടാണ് നടക്കുന്നത്. വളരെ ലളിതമായ ലോജിക്കാണല്ലോ, ആർക്കും മനസ്സിലാകുന്ന കാര്യം. അവരൊക്കെ ജീവിക്കുന്നത് പോലെയല്ല അവൻ ജീവിക്കുന്നത്. അതിർവരമ്പുകൾ വേണ്ട എന്ന് പറഞ്ഞവൻ, അവന്റെ സ്വത്ത് ആരെങ്കിലും പോയി യാതൊരു നീതിയുമില്ലാതെ കവർന്നെടുത്താൽ, പിടിച്ചു പറിച്ചാൽ അവൻ ചോദിക്കും, എന്റെ പൈസ എങ്ങനെയാണ് നീ എടുക്കുക? എന്റെ പൈസ നീ എങ്ങനെ എടുക്കും? നീ എങ്ങനെ എന്റെ സ്വത്ത് തട്ടിപ്പറിക്കും? ഞാൻ കേസ് കൊടുക്കും നിനക്കെതിരെ. എന്നാൽ അവൻ മുൽഹിദാണെങ്കിൽ, ഈ പറയുന്ന അരാജകത്വത്തിന്റെ ഒന്നും വേണ്ട, അതിർവരമ്പും വേണ്ട എന്ന് പറയുന്ന ആളാണെങ്കിൽ അവനോട് തിരിച്ചു പറയാലോ, ഇതപ്പോ എന്റെ സ്വത്ത് അങ്ങനെയൊന്നുമില്ലല്ലോ, എല്ലാവർക്കും പൈസ ആർക്ക് വേണമെങ്കിലും പിടിച്ചെടുക്കാം, അങ്ങനെ അതവൻ സമ്മതിക്കൂല. എന്താണ് കാര്യം? അതവന്റെ സ്വത്തിനെ ബാധിക്കുന്നത്. അപ്പൊ ചിലതിൽ അതിർവരമ്പുകൾ വേണം, ചിലതിൽ വേണ്ട എന്നാണോ? അല്ല ഒന്നിലും വേണ്ട എന്നാണോ? അല്ല എല്ലാത്തിലും വേണമെന്നാണോ? എന്താണ് ഇൽഹാദിന്റെ ആളുകൾക്ക് പറയാനുള്ളത്? സുബ്ഹാനല്ലാഹ്, നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ ഇൽഹാദിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക് ആളുകൾ കൊണ്ടുപോകാൻ വളരെ വ്യാപകമായ ശ്രമം നടക്കുന്നുണ്ട്. ഇൽഹാദിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക്, ദീൻ വേണ്ട എന്ന് പറയുന്ന വാദത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുക, ആദ്യം തന്നെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത വിളിച്ചിട്ടല്ല. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അതാരാണ്? പിന്നെ യുക്തിവാദികൾ. പറ്റ യുക്തിയില്ലാത്ത ആളുകൾക്കാണ് യുക്തിവാദികൾ എന്ന് പറയും. അപ്പോ യുക്തിവാദി സംഘം പോലെയുള്ള ആളുകൾ അവർ പണ്ടുകൊണ്ടേ ചെയ്യാറുള്ളത് പച്ചക്ക് ചീത്ത വിളിക്കലാണ് ദീനിനെയും റസൂലിനൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരാരും അടുപ്പിക്കാറില്ല. അവര് പൊതുവെ മഹ്ജൂറുകളായ, ജനങ്ങൾ ഒഴിവാക്കിയ ആളുകളാണ്. എന്നാൽ ആശയം എന്താണോ അതിത് തന്നെയാണ്, ഈ ഇൽഹാദ് തന്നെയാണ്. പക്ഷെ നേരിട്ട് പറയുകയില്ല, നേർക്ക് നേരെ നമ്മളോട് അതിലേക്ക് വിളിക്കുകയില്ല. നമ്മുടെ റസൂലിനെ, നമ്മുടെ ദീനിനെ നേർക്ക് നേരെ ചീത്ത വിളിക്കുകയില്ല. മറിച്ച് ചില ആളുകൾ നമ്മെ കുഫറിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? അവർ പറയും, നിങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണ്, നിങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങളാണ് നിങ്ങളുടെ പള്ളികൾക്ക് പണ്ട് കാവൽ നിന്നത്, ഞങ്ങളാണ് നിങ്ങളെ സംരക്ഷിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയും. എന്നിട്ട് അവൻ നമ്മെ ക്ഷണിക്കുകയാണ് സമത്വത്തിലേക്ക്, സാമൂഹ്യനീതിയിലേക്ക്. അവന്റെ സാമൂഹ്യനീതി ആര് പഠിപ്പിച്ചതാണ്? കുഫറിന്റെ, ഇൽഹാദിന്റെ നേതാക്കന്മാർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അവർ മുസ്ലിം ഉമ്മത്തിനെ, ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിഹസിക്കും. നേരെയല്ല, വ്യംഗ്യമായി പരിഹസിക്കും. ഏതുപോലെ? അത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലെ, തട്ടിട്ട കുറെ പെൺകുട്ടികൾ അവർ റോട്ടിൽ നിന്നിങ്ങനെ ഡാൻസ് ചെയ്താൽ എന്താണ്, അതുപോലും അനുവദിക്കാത്ത കടുത്ത തീവ്രമായ കുടുങ്ങിയ ചിന്താഗതിയുടെ ആളുകൾ ഇങ്ങനൊക്കെ പറഞ്ഞാൽ ചിലപ്പോ മുസ്ലിങ്ങൾക്ക് തോന്നിപ്പോവും ആർക്കെങ്കിലും, ശരിയാണല്ലോ, ഇത്രയൊന്നൊരു സ്വാതന്ത്ര്യമുള്ള ദീനിലില്ലേ? ഇങ്ങനെയാണ് കൊണ്ടുപോവുക. ഇങ്ങനെയാണ് നിന്റെ ദീനിനെ കുറിച്ച് നിനക്ക് അപകർഷത ഉണ്ടാക്കുക. എന്താ ഇപ്പോ അള്ളാഹുവിന്റെ ദീനിൽ ഒരാൾക്ക് 4 ഭാര്യമാർ, ഒരു പുരുഷനാവാം? അത് ശരിയല്ല, അതൊരു നീതിയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാർ ഇതിനൊക്കെ കുറിച്ച് നേരെയല്ല, വ്യംഗ്യമായി മുസ്ലിം ഉമ്മത്തിനിടയിൽ പലതിന്റെയും പേര് പറഞ്ഞ്, രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ സംരക്ഷിക്കാൻ സ്വയം ഏറ്റെടുത്തവരെ പോലെ ഒക്കെ വന്ന് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അപകർഷത ഉണ്ടാക്കും. ഇസ്സത്തില്ലാത്തവരായി, നമ്മുടെ ദീനിനെ കുറിച്ച് ഇസ്സത്തില്ലാത്ത, അന്തസ്സില്ലാത്ത ആളുകളായി നമ്മെ മാറ്റും. പിന്നീട് കൊണ്ടുപോവുക ശരിയായ കുഫറിലേക്കാണ്, തനി കുഫറിലേക്ക്. അള്ളാഹുവിലും അവന്റെ ദീനിലും ഒരു വിശ്വാസവുമില്ലാത്ത ആളുകൾ. എന്നാൽ ഇവരിൽ പലരിലും നമ്മൾ കണ്ടിട്ടുള്ള കുഫർ അതവർ പരസ്യമായി ഉറക്കെ പറയുകയില്ല. ഇടക്കൊക്കെ പള്ളിയിലും വരും,
എന്നോട് ഇതുപോലെ താനി മുർത്തദ്ദായിട്ടുള്ള കാഫിറായിട്ടുള്ള ഒരാൾ അവൻ തന്നെ സമ്മതിക്കുന്നതാണ് അതിന് പരലോകത്തിൽ വിശ്വാസമില്ല, ഈ ദീനിൽ വിശ്വാസമില്ല. പക്ഷെ പറയാണ്, ഇടയ്ക്കൊക്കെ ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, എല്ലാരും കാണാലോ, വന്ന് നിസ്കരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ എന്തിനാണ് പോകുന്നത്? ആളുകളൊക്കെ കാണാൻ, പരിചയം പുതുക്കാൻ വേണ്ടി. ഇങ്ങനെ തനി ഇൽഹാദിലേക്ക്, അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിക്കുന്ന ലാദീനിയ എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. ഒരു ദീനും ഹക്കല്ല, ഒന്നുമില്ല എന്ന് പറയുന്ന വൃത്തികെട്ട വാദത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകുന്ന ചതിക്കുഴികൾ, അതിന്റെ ആളുകൾ, അത് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. അപ്പൊ സഹോദരങ്ങളെ, അതിർവരമ്പുകൾ പറ്റ വേണ്ട എന്നാണോ ഇവർ പറയുന്നത്? ഞാൻ ഈ പറഞ്ഞതുപോലെ പല ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയേണ്ടി വരും. അവര് ചിലർ പറയുന്നു, അതാ നിങ്ങളുടെ സ്ത്രീകൾ ഇങ്ങനെ സ്ത്രീകളെ ഒതുക്കി അവരെ മൂടി വെച്ചത് കൊണ്ടാണ് നാട്ടിൽ പല കുഴപ്പങ്ങളുണ്ടാകുന്നത്, സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്, അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അവൻ പറയുന്നത്. എന്നാ ശരി, തിരിച്ചെന്ന പിന്നെ അവന്റെ വീട്ടിലെ പെൺമക്കളെയും ഒക്കെ ചിലർ പരസ്യമായി പറയുകയാണ്, ഒരു നാണവുമില്ലാതെ ലജ്ജയുമില്ലാതെ പറയുകയാണ്. അവരെ മൂടി ഇങ്ങനെ നടത്തിയാൽ ആളുകൾക്ക് എന്താണ് ഈ മൂടി വെച്ചത് എന്നറിയാൻ വേണ്ടി അവർ സ്ത്രീകളെ ദ്രോഹിക്കുമെന്ന്. എന്നാ ശരി, ജനങ്ങൾക്ക് ഒന്നും വേണ്ടല്ലോ, അവന്റെ പങ്ങളെയും പെമ്മക്കളൊക്കെ അവൻ ഒന്നും മൂടാതെ നടന്നോട്ടെ റോട്ടിലൂടെ. എന്താണ് മൂടി വെച്ചതെന്ന് ജനങ്ങൾക്കൊരാകാംക്ഷ ഉണ്ടാവില്ലല്ലോ. എല്ലാം തുറന്നിട്ട് അങ്ങനെ നടന്നാൽ അങ്ങനെ നടത്തുവോ? ഇല്ല. അവന്റെ പെൺമക്കളുടെയും അവന്റെ ഭാര്യയുടെയും അവന്റെ പെമ്മങ്ങന്മാരുടെ ഒക്കെ വിഷയത്തിൽ ഈ പറയുന്ന അരാജകത്വം, ആർക്കും എന്തും തോന്നിയതുപോലെ ജീവിക്കാം, ആർക്കും ആരുമായി ബന്ധപ്പെടാം എന്ന് പറയുന്ന അവസ്ഥ അവൻ നടപ്പിലാക്കുമോ? ഇല്ല. അപ്പൊ ഇൽഹാദിന്റെ ആളുകൾ കലഖിലാണ്, അവർ ഇൽത്തിറാബിലാണ്. അവർക്ക് അവരുടെ ആശയം തമ്മിൽ തികഞ്ഞ വൈരുദ്ധ്യമാണ്. ഇതിന്റെ പേര് പോലെ തന്നെ ഭൗതിക വൈരുദ്ധ്യാധിഷ്ഠിതവാദമാണല്ലോ, അതങ്ങനെ തന്നെയാണ്, തികഞ്ഞ വൈരുദ്ധ്യമാണ്. ഇൽഹാദിന്റെ ആളുകൾ അവരെ പോലെ അസ്വസ്ഥതയിലും അവരെ പോലെ വെപ്രാളത്തിലും ഒരു ശാന്തിയുമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടർ വേറെ ഇല്ല. അത് ചിലപ്പോ ചോരത്തിളപ്പിൽ ചെറുപ്പത്തിൽ അവൻ തിരിച്ചറിയണമെന്നില്ല, അവസാന കാലത്ത് മരണസമയത്ത് അവൻ തീർച്ചയായും തിരിച്ചറിയും. ലോകത്തറിയപ്പെട്ട പല നിരീശ്വരവാദികളുടെയും അന്ത്യം ആത്മഹത്യയായിരുന്നു. അറിയപ്പെട്ട അതിനുവേണ്ടി വാദിച്ച, പുസ്തകങ്ങൾ എഴുതിയ, ഇസ്ലാമിനെതിരിൽ സംസാരിച്ച ആളുകളൊക്കെ ഒടുക്കന്തായിരുന്നു, തൂങ്ങിച്ചാകുക അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടുക, ഇങ്ങനെ പലതുമായിരുന്നു. അപ്പൊ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുക? ആകാശത്തു നിന്ന് വീണവനെ പോലെയാണവൻ, ആകാശത്തു നിന്ന് വീണവനെ പോലെ. അവന് ഒരവലംബവുമില്ല. അള്ളാഹു അവനെ കൈവിട്ടിരിക്കുന്നു, അവന്റെ കൈപിടിക്കാൻ ആരുണ്ട്? അള്ളാഹു അവനെ ഒഴിവാക്കിയിരിക്കുന്നു, അള്ളാഹുവിന്റെ വെളിച്ചത്തിൽ നിന്ന് അവൻ പുറത്തുപോയിരിക്കുന്നു, അവൻ ഇരുട്ടിലാണുള്ളത്. അള്ളാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ വല്ലദീന കഫറു ഔലിയാഉഹും അത്താഗൂത്ത് യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ അള്ളാഹു വലിയുല്ലദീന ആമനു, അള്ളാഹു മുഅ്മിനുകളുടെ വലിയാകുന്നു. യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, അള്ളാഹു അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നു. വല്ലദീന കഫറു ഔലിയാഉഹും അത്താഗൂത്ത് യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്. കാഫിറുകളുടെ വലി അത് താഗൂത്താകുന്നു, അവർ അവരെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ എന്നതുപോലെ ഇരുട്ടിലാണവർ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ നമുക്ക് വ്യക്തമായി വിവരിച്ചു തന്നിരിക്കുന്നു. അവൻ നമ്മെ ഇരുട്ടിലാക്കിയിട്ടില്ല. മനുഷ്യ, നീ ഈ ഭൂമിയിൽ നീ വെറുതെ പടക്കപ്പെട്ടവനല്ല, നീ ഇവിടെയുള്ള ബാക്കി ജന്തുക്കളെ പോലെയല്ല, മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ നിന്നെ പടച്ചത് വ്യക്തമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അള്ളാഹു നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നീ എങ്ങനെ ജീവിക്കണമെന്ന്. അവന്റെ ഹുദ, അവന്റെ സന്മാർഗം അവന്റെ റസൂലുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ്, മനുഷ്യൻ ഒഴിവാക്കാൻ സാധിക്കാത്തതാണ് വിവാഹം എന്നത്. എന്നാൽ വിവാഹം എന്നത്, നിക്കാഹ് എന്നത് നസ്രാനികൾ പറയുന്നത് പോലെ ദൈവം ചേർത്തത് നമ്മൾ മുറിക്കുകയില്ല എന്നവർ പറയാറുണ്ട്. എന്താ പറയുക? തലാക്ക് പാടില്ല, ദൈവം ചേർത്തത് നമ്മൾ മുറിക്കുകയില്ല. അപ്പൊ എന്ത് പറ്റൂല? തലാക്ക് പറ്റുകയില്ല എന്ന് അവർ പറയാറുണ്ട്. എന്നതുപോലെയല്ല,
അല്ലാഹു സുബ്ഹാനഹു വ തആല അനിവാര്യമായ സന്ദർഭങ്ങളിൽ തലാഖിന് അനുമതി നൽകിയിരിക്കുന്നു. വിവാഹിതരായവർക്ക് വേർപെടുത്താൻ, അബന്ധം വേർപെടുത്താനുള്ള അനുമതി അല്ലാഹു സുബ്ഹാനഹു വ തആല പല നിലക്ക് നൽകിയിരിക്കുന്നു. അതിലൊന്നാണ് തലാഖ്. പുരുഷൻ ബന്ധം വേർപെടുത്തുന്നതിനാണ് തലാഖ് എന്ന് പറയും. സ്ത്രീകൾ നേരെ വിവാഹബന്ധം വേർപെടുത്തുക എന്ന ഒരു വകുപ്പും ഇസ്ലാമിലില്ല. പുരുഷന് തലാഖ് എന്നതുപോലെ സ്ത്രീക്ക് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന രൂപത്തിലുള്ള ഒരു ബന്ധം വേർപെടുത്തൽ ഇസ്ലാമിലില്ല. ഫസ്ഖ ആകട്ടെ, ഖുൽ ആകട്ടെ, ഇത് രണ്ടും സ്ത്രീ നേരെ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിക്കുന്നതല്ല. മറിച്ച് അതിന്റെ വ്യക്തമായ കാരണങ്ങൾ ഇസ്ലാമിക ഖാദിയെ, വിധികർത്താവിനെ, ഖാദി ഇല്ലാത്ത നാടുകളാണെങ്കിൽ ഖാദിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ ഈ സ്ത്രീ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്നിട്ട് ആ ഖാദിയാണ് ഫസ്ഖ് അല്ലെങ്കിൽ ഖുൽ അതിന്റെ വിധി നടപ്പിലാക്കുക. അല്ലെങ്കിൽ പുരുഷൻ ഖുൽഇന് സമ്മതിച്ചാൽ ശരി, അവർ രണ്ടുപേരും തമ്മിൽ തീരുമാനിച്ചാൽ മതിയാവും. ഫസ്ഖ് ഖുൽ എന്നാൽ സ്ത്രീ പുരുഷനിൽ നിന്ന് ബന്ധം ഒഴിവാകലാണ്. പക്ഷെ അവൾ മാത്രം തീരുമാനിച്ചാൽ പോരാ, പുരുഷൻ സമ്മതിക്കേണ്ടതുണ്ട്. അവൾക്ക് കൊടുത്ത മഹറോ അല്ലെങ്കിൽ പകരമായി എന്തെങ്കിലുമോ, മക്കളുണ്ടെങ്കിൽ മക്കളുടെ ചെലവിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടോ ആ ബന്ധം അവൾ ഒഴിവാക്കുക. അതാണ് ഖുൽ എന്ന് പറയുക. പുരുഷന്റെ സമ്മതത്തോടെ പുരുഷൻ അതിൽ നിന്ന് ഒഴിവാവുക, അത് വാങ്ങിയിട്ട്. ഫസ്ഖ് എന്നാൽ ഇതൊന്നുമില്ലാതെ ആ ബന്ധം നടക്കാത്തതുപോലെ ദുർബലപ്പെടുത്തുക, അതിനാണ് ഫസ്ഖ് എന്ന് പറയുക. ആ ബന്ധം നടന്നിട്ടേ ഇല്ല എന്നതുപോലെ ദുർബലപ്പെടുത്തുക. ഈ ഉദാഹരണത്തിൽ ഒരു പെണ്ണിന്റെ പ്രായപൂർത്തിയായ ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളെ വിവാഹം ചെയ്യിപ്പിച്ചാൽ അവൾ ഖാദിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എന്റെ സമ്മതമില്ലാതെയാണ് വിവാഹം നടത്തിയിട്ടുള്ളത്, ഇത് ദുർബലപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഖാദി എന്ത് ചെയ്യണം? അത് ദുർബലപ്പെടുത്തണം. പ്രായപൂർത്തിയായ ഒരു പെണ്ണ് ആണെങ്കിൽ അവളുടെ സമ്മതത്തോടെ മാത്രമേ അവളെ വിവാഹം ചെയ്യിക്കാൻ അവളുടെ വലിയന് പാടുള്ളൂ. വലിയില്ലാതെ നിക്കാഹില്ല, പക്ഷെ അവളുടെ സമ്മതം ആവശ്യമാണ്. അപ്പൊ ആ പെണ്ണ് ഖാദിയുടെ അടുത്ത് പറഞ്ഞ എന്റെ സമ്മതം ഇല്ലാതെയാണ് വിവാഹം ചെയ്യിച്ചത്. അപ്പൊ ഖാദി അയാൾക്കത് ദുർബലപ്പെടുത്തേണ്ടതും. അതിനാണ് ഫസ്ഖ് എന്ന് പറയുക. ഇല്ലാത്തതുപോലെ ആക്കുക, നടക്കാത്തതുപോലെ ദുർബലപ്പെടുത്തുക. അപ്പൊ ഇതിലൊന്നിലും തന്നെ സ്ത്രീ ഒറ്റക്ക് പുരുഷൻ തലാഖ് ചെല്ലുന്നത് പോലെ സ്ത്രീക്ക് അത് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ നിയമമില്ലാത്തത്? ഇൽഹാദിന്റെ ആളുകൾ മനസ്സിലാക്കുക, സ്ത്രീയും പുരുഷനും ഒരുപോലെ അല്ലാത്തത് കൊണ്ട്. ആണും പെണ്ണും ഒരുപോലെയല്ല. ഇവരാദ്യം പഠിച്ചു വെച്ച ഏറ്റവും വലിയ വിഡ്ഢിത്തം അതാണ്. ആണും പെണ്ണും ഒന്നാണ്. സ്ത്രീ പുരുഷ സമത്വം, സ്ത്രീ പുരുഷ സമത്വം ഒരിക്കലും സമമാവുകയില്ല. എങ്ങനെയാണ് സമമാവുക? അള്ളാഹു പറയുന്നു, വലൈസ ദക്കറു കൽ ഉൻസ. അള്ളാഹുവിന്റെ കിതാബിലെ വാക്കാണ്. സൂറത്തു ആല ഇംറാനിൽ അള്ളാഹു പറഞ്ഞു, വലൈസ ദക്കറു കൽ ഉൻസ. ആണും പെണ്ണും ഒരുപോലെയല്ല. അത് റബ്ബ് സുബ്ഹാനഹു തആലയുടെ വാക്ക് വന്നിട്ടുണ്ട്. നോക്ക്, സാമാന്യ ബുദ്ധിയുള്ള അഖലുള്ള ഏതൊരു ആൾക്കും മനസ്സിലാകുന്ന കാര്യമാണ് ആണും പെണ്ണും ഒരുപോലെയല്ല. ആർക്കാണ് അറിയാത്തത്? ഇത് പറയുന്നത് രണ്ടും ഒരുപോലെയാണെന്ന് പറയുന്നവനറിയാം ഇത് രണ്ടും ഒരുപോലെയല്ല. അതാർക്കാണ് അറിയാത്തത്? അത് കുട്ടികൾക്കൊക്കെ അറിയാലോ. ആർക്കാണ് ആണും പെണ്ണും ഒന്നാണെന്ന്, ഒരുപോലെയാണെന്ന് ആരാണ് പറയുക? അല്ല. അവരുടെ ശരീരത്തിൽ വ്യത്യാസമുണ്ട്, അവരുടെ ബുദ്ധിയിൽ വ്യത്യാസമുണ്ട്, അവരുടെ ചിന്തയിൽ വ്യത്യാസമുണ്ട്, അവരുടെ ശബ്ദത്തിൽ വ്യത്യാസമുണ്ട്, അവരുടെ വികാരങ്ങളിൽ വ്യത്യാസമുണ്ട്, എല്ലാത്തിലും വ്യത്യാസമുണ്ട്. അപ്പൊ ആണിനും പെണ്ണിനും ഒരുപോലെയല്ല. ആണിന് വേറെ, പെണ്ണിന് വേറെയാണ് നിയമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിട്ടുള്ളത് പല കാര്യങ്ങളിലും. അപ്പൊ തലാഖ് പുരുഷൻ ചെയ്യുന്നതാണ് തലാഖ്. അള്ളാഹു റബ്ബുൽ ആലമീൻ സ്ത്രീകളെ ദുൽമ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവരോട് അനീതി കാണിക്കാൻ റബ്ബ് ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, ഒരു പടപ്പിനോടും റബ്ബ് സുബ്ഹാനഹു തആല അനീതി കാണിക്കുകയില്ല. അള്ളാഹുവിന്റെ കിതാബിലെ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലെ നിയമങ്ങൾ ഏതും, ഇസ്ലാമിന്റെ നിയമങ്ങൾ ഏതും നീതി മാത്രമാണ്. അതിലൊരു അനീതിയുമില്ല, അതിലൊരു അക്രമവുമില്ല. മറിച്ച് തലാഖ് ചെയ്യപ്പെടുന്ന സ്ത്രീയെ ഏറ്റവും നല്ല നിലക്ക് അത് ചെയ്യാനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ കൽപ്പിച്ചിട്ടുള്ളത്. നോക്കിതാ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, യാ അയ്യുഹൻ നബി, ഓ നബിയെ. അള്ളാഹു ആദ്യം അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിളിച്ചത്. എന്നാൽ പിന്നെ പറയുന്നത് നോക്കൂ, ഇദാ തല്ലഖ്തും, ഇദാ തല്ലഖ്ത എന്നല്ല, ഇദാ തല്ലഖ്തും, നിങ്ങൾ തലാഖ് ചൊല്ലിയാൽ, അന്നിസാഅ, സ്ത്രീകളെ. അപ്പൊ നോക്ക്, നിങ്ങൾ എന്ന അള്ളാഹുവിന്റെ അഭിസംബോധന ആരെയാണ്? പുരുഷന്മാരെ. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പെട്ടോ? ഇല്ല, പുരുഷന്മാരെ. അള്ളാഹുവിന്റെ കിതാബിൽ
ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിൽ ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ അഭിസംബോധന. എങ്ങനെ? അള്ളാഹു നിങ്ങൾ എന്ന് വിളിച്ചാൽ അത് ആരെയാണ്? പുരുഷന്മാരെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലുക. നിങ്ങളിലെ പുരുഷന്മാർ നിങ്ങളിലെ സ്ത്രീകളെ തലാഖ് ചൊല്ലിയാൽ എന്നല്ലല്ലോ, മറിച്ച് നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലിയാൽ. അള്ളാഹുവിന്റെ അഭിസംബോധന പുരുഷന്മാരെയാണ്. എന്തുകൊണ്ടാണത്? അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകൾക്ക് മുകളിൽ അധികാരമുള്ളവരാണ്. അവരെ നിയന്ത്രിക്കേണ്ട അവരുടെ നേതാക്കന്മാരാണ് പുരുഷന്മാർ. സ്ത്രീകൾ അവരുടെ തവാബിഅാണ്, അവരുടെ പിന്നാലെ ചെല്ലുന്നവരനുസരിക്കുന്നവരാണ്. അള്ളാഹു അങ്ങനെയാണ് ആണിനെയും പെണ്ണിനെയും പഠിച്ചിട്ടുള്ളത്. അത് പുരുഷൻ അവന്റെ ബാധ്യതകൾ നിറവേറ്റണം, സ്ത്രീകൾ അവരുടെ ബാധ്യതകൾ നിറവേറ്റണം. അല്ലെങ്കിൽ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിന് ഉത്തരവാദി അള്ളാഹുവിന്റെ ദീനല്ല, മറിച്ച് അത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. നോക്ക്, അള്ളാഹു അവന്റെ കിതാബിൽ ഒരു നിയമം, ഒരു കാര്യം വാജിബാക്കിയാൽ അടിസ്ഥാനപരമായി അത് ആണിനും പെണ്ണിനും ബാധകമാണ്. അള്ളാഹുവിന്റെ അഭിസംബോധന പുരുഷന്മാരോടാണെങ്കിലും. പിന്നെ ആണിന് ഖാസാണ് പെണ്ണിന് ഖാസാണ് എന്നതിന് പ്രത്യേകം തെളിവാണ്. ഉദാഹരണത്തിന് നോക്ക്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ മുഅ്മിനുകളെ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് അള്ളാഹു കൽപ്പിച്ചാൽ അത് ആണിനും ബാധകമാണ് പെണ്ണിനും ബാധകമാണ്. എന്നാൽ പുരുഷന് മാത്രമേ അത് ബാധകമുള്ളൂ, അല്ലെങ്കിൽ പെണ്ണിന് മാത്രമേ അത് ബാധകമാവൂ എന്ന് കിട്ടണമെങ്കിൽ പ്രത്യേകം തെളിവാണ്. ഏതുപോലെ? വസ്ത്രത്തിന്റെ കാര്യത്തിൽ വന്നിട്ടുള്ളതുപോലെ. അപ്പോ അള്ളാഹുവിന്റെ കൽപ്പനകൾ അഭിസംബോധന പുരുഷനോടാണെങ്കിലും പൊതുവെ അമ്ർ എല്ലാവർക്കും ബാധകമാണ്. ഏതെങ്കിലും ഒരു കൂട്ടർക്ക് ഖാസാണെന്നതിന് പ്രത്യേകം തെളിവാണ്. എന്നാൽ അള്ളാഹുവിന്റെ അഭിസംബോധന പുരുഷന്മാരോടാണ്. അത് പുരുഷന്മാർക്കുള്ള ശ്രേഷ്ഠതയാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദല അല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അള്ളാഹു പറഞ്ഞു, പുരുഷന്മാർ സ്ത്രീകൾക്ക് മുകളിൽ അധികാരമുള്ളവരാണ്. അവരിൽ ചിലരെക്കാൾ അള്ളാഹു ഫദ്ൽ ശ്രേഷ്ഠത നൽകിയതിനാൽ, അഥവാ പുരുഷന്മാർക്ക് അള്ളാഹു സ്ത്രീകളെക്കാളും ശ്രേഷ്ഠത നൽകിയതിനാൽ, വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവരവരുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചതിനാൽ. അപ്പൊ സ്ത്രീയുടെ നഫഖ, സ്ത്രീയുടെ ചെലവ് ആരുടെ ബാധ്യതയാണ്? പുരുഷന്റെ ബാധ്യതയാണ്. എല്ലാ ഘട്ടത്തിലും സ്ത്രീയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുരുഷന്റെ സംരക്ഷണയിലാക്കിയിരിക്കുന്നു. അവരുടെ വസ്ത്രവും അവരുടെ ഭക്ഷണവും അവരുടെ പാർപ്പിടവും എല്ലാം പുരുഷന്റെ ബാധ്യതയാണ്. ഒന്നുകിൽ മകൻ എന്ന നിലക്ക്, ആങ്ങള എന്ന നിലക്ക്, ഉപ്പ എന്ന നിലക്ക്, ഭർത്താവ് എന്ന നിലക്ക് എല്ലാം. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഒരു ബാധ്യതയും ആർക്കില്ല? സ്ത്രീക്കില്ല. അവകാശങ്ങൾ വേണ്ടുവോളമുണ്ട്. സാമ്പത്തികമായി എന്തില്ല? ഒരാൾക്കും അധ്വാനിച്ചു കൊടുക്കണമെന്ന ബാധ്യത സ്ത്രീക്ക് ഇല്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതില്ലാഞ്ഞിട്ടുകൂടി അവർക്ക് സ്വത്തിൽ അവകാശം നൽകിയിരിക്കുന്നു. അതില്ലാഞ്ഞിട്ടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കച്ചവടം ചെയ്യാൻ അള്ളാഹു അവരെ അനുവദിച്ചിരിക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ അവർ കച്ചവടം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ചരക്കുകൾ വിറ്റഴിക്കാൻ ആളുകളെ ഏർപ്പാടാക്കിയിരുന്നു. അത് വിറ്റവർക്ക് ലാഭം കൊണ്ടുകൊടുക്കും. അതുപോലെ അങ്ങനെ പൈസ സമ്പാദിച്ചിരുന്നു. അവർക്ക് സാധിക്കുന്ന ഹറാമല്ലാത്ത മാർഗത്തിലൂടെ അള്ളാഹു അനുവദിച്ചതാണ്. സൈനബ് ബിൻത് ജഹ്ശ് റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ അവരിങ്ങനെ സമ്പാദിക്കാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? സദഖ ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പൊ അള്ളാഹു അവർക്ക് സാമ്പത്തികമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, സ്വത്തിൽ അവകാശം നൽകിയിരിക്കുന്നു. എന്നാൽ ഒരു ബാധ്യതയും അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുമില്ല. യാ അയ്യുഹൻ നബി, ഓ നബിയെ, ഇദാ തല്ലഖ്തുമുൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലിയാൽ, അഥവാ മൊത്തം ഉമ്മത്തിനോട് അല്ലാഹു പറയുന്നു. ഇബ്നു കസീർ പറയുന്നു, ഖൂതിബൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലൻ തശ്രീഫൻ വ തക്രീമ. ഖൂതിബ അഥവാ അഭിസംബോധന ചെയ്യപ്പെട്ടു, അല്ലാഹു അഭിസംബോധന ചെയ്തു അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തു. ഖുതിബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ് അഭിസംബോധന ചെയ്യപ്പെട്ടു. അല്ലാഹു നബിയെ വിളിച്ചു പറഞ്ഞു ഔവലൻ, ആദ്യം. എന്തിനാണത്? തശ്രീഫൻ വ തക്രീമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ള ഒരു ആദരവ് എന്ന നിലക്ക്. സുമ്മ ഖാതബൽ ഉമ്മത തബഅ, പിന്നെ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നാലെ ഉമ്മത്തിനെയും അഭിസംബോധന ചെയ്തു. എവിടെയാണത് വന്നത്? യാ അയ്യുഹൻ നബി, അതാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇദാ തല്ലഖ്തും, നിങ്ങൾ എന്ന് പറഞ്ഞത്, നിങ്ങൾ തലാഖ് ചൊല്ലിയാൽ എന്ന് പറഞ്ഞതിൽ എല്ലാവരും പെട്ടു, ഉമ്മത്ത് മുഴുവൻ പെട്ടു. ഇദാ തല്ലഖ്തുമുൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലുകയാണെങ്കിൽ ഫതല്ലിഖൂഹുന്ന, നിങ്ങൾ അവരെ തലാഖ് ചൊല്ലുക, ലിഇദ്ദതിഹിന്ന,
ലഇദ്ദതിഹിന്ന അവരുടെ ഇദ്ദക്ക് അനുസരിച്ച്, അവരുടെ ഇദ്ദക്കനുസരിച്ച്. ഇവിടെ ഇദ്ദ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇദ്ദ എന്നാൽ ഇവിടെ അർത്ഥം അത്തുഹുറു മിൻ ഗൈരി ജിമാഇൻ, അത്തുഹുറു മിൻ ഗൈരി ജിമാ. സഹാബത്തിൽ നിന്ന് മുൻഗാമികളിൽ നിന്നൊക്കെ റിവായത്ത് വന്നിട്ടുള്ളതാണ്. ഇദ്ദ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഒരു സമയം എന്നാണ്. ഏതാണ് ഇവിടുത്തെ സമയം? അത്തുഹുറു മിൻ ഗൈരി ജിമാ. സ്ത്രീകൾ അവർ തുഹറിലായിരിക്കെ അഥവാ ആർത്തവത്തിലല്ലായിരിക്കെ, മെൻസസ് പീരീഡിൽ അല്ലാതിരിക്കെ ഉള്ള സമയത്ത് മാത്രമേ തലാഖ് ചെയ്യാവൂ. മിൻ ഗൈരി ജിമാഇൻ, അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ശുദ്ധികാലത്ത് മാത്രമേ തലാഖ് ചെയ്യാവൂ എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. യാ അയ്യുഹൻ നബി ഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിൻ, അവരുടെ ഇദ്ദയിൽ നിങ്ങൾ അവരെ തലാഖ് ചെല്ലുക. ഏതാണ് ഈ ആദ്യം പറഞ്ഞ ഇദ്ദ? സമയം അത്തുഹുറു മിൻ ഗൈരി ജിമാ, ജിമാ ഇല്ലാതെ അഥവാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ശുദ്ധികാലം. ഹൈദിന്റെ സമയത്ത് പാടില്ല. അതുപോലെ ഹൈദിൽ ശാരീരിക ബന്ധം പാടില്ലല്ലോ. ഹൈദല്ലാത്ത സമയത്ത് അവർ ശുദ്ധിയിലായിരിക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴും പാടില്ല. ഹൈദിന് ശേഷം കൊണ്ടും ശുദ്ധിയാകണം, എങ്കിൽ മാത്രമേ തലാഖ് പാടുള്ളൂ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലിഇദ്ദതിഹിന്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്താണ് അതിനുള്ള തെളിവ്? ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള, അതുപോലെ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. അന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ അഖ്ബറ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അന്നഹു തല്ലഖ ഇംറഅതൻ ലഹു വഹിയ ഹായിദ്, അവിടുന്ന് അദ്ദേഹത്തിന്റെ ഒരു ഭാര്യയെ, അവിടുത്തെ ഒരു ഭാര്യയെ അവിടുന്ന് തലാഖ് ചൊല്ലി. ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ സഹാബി. വഹിയ ഹായിദ്, തലാഖ് ചൊല്ലിയ സമയത്ത് ഭാര്യ ഹായിദ് ആയിരുന്നു. ഹായിദ് എന്നാൽ ആർത്തവകാരിയായിരുന്നു. ഫദക്കറ ഉമർ, ഇത് ഉപ്പയായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ ഉപ്പയായ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫദക്കറ ഉമർ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് ഉമർ ഇത് പറഞ്ഞു കൊടുത്തു. ഇതാ ഇബ്നു ഉമർ ഇങ്ങനെ, മകൻ അബ്ദുള്ള ഇങ്ങനെ അവന്റെ ഒരു ഭാര്യയെ തലാഖ് ചൊല്ലിയിട്ടുണ്ട്, പക്ഷെ ഹൈദിലായിരിക്കുന്ന സമയത്താണ്. ഫതഗയ്യദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെട്ടു, അവിടത്തേക്ക് കോപം വന്നു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, ലിയുറാജിഅഹാ, പറ്റുകയില്ല, യുറാജിഅഹാ, അവളെ തിരിച്ചെടുക്കണം. സുമ്മ യുംസികുഹാ ഹത്താ തത്ഹുർ, എന്നിട്ട് ശുദ്ധിയാകുന്ന കാലം വരെ കാത്തിരിക്കണം. ഹൈദിന് തലാഖ് ചൊല്ലിയാൽ ആ ശുദ്ധിയാകുന്ന സമയം വരെ കാത്തിരുന്നാൽ പോലെ. സുമ്മ തഹീദ് ഫതത്ഹുർ, വീണ്ടും ഹൈദ് വരികയും വീണ്ടും ശുദ്ധിയാവുകയും വേണം. ഫഇൻ ബദലഹു, അങ്ങനെ എന്നിട്ട് അവന് തോന്നുകയാണ് യുതല്ലിഖഹ, തലാഖ് ചൊല്ലാൻ, ഫലിയുതല്ലിഖഹ, എങ്കിൽ തലാഖ് ചൊല്ലട്ടെ. താഹിറൻ, അവൾ ശുദ്ധിയിലായിരിക്കെ, ഖബ്ല അൻ യമസ്സഹ, അവളെ സ്പർശിക്കുന്നതിന് മുമ്പ് അഥവാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ്. ഫതിൽകൽ ഇദ്ദതു അല്ലതി അമറ അല്ലാഹു അസ്സ വജൽ, അതാണ് അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞ ഇദ്ദ, അതാണ് അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞ ഇദ്ദ. ഏതായത്തിൽ? സൂറത്ത് തലാഖിൽ ഒന്നാമത്തെ ആയത്തിൽ. യാ അയ്യുഹൻ നബി ഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന, യാ അയ്യുഹൻ നബി, ഓ നബി, ഇദാ തല്ലഖ്തുമുൻ നിസാഅ, നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലുകയാണെങ്കിൽ, ഫതല്ലിഖൂഹുന്ന, അവരെ തലാഖ് ചൊല്ലുക, ലിഇദ്ദതിഹിന്ന, അവരുടെ ഇദ്ദയിൽ. ഏതാണ് ഈ ഇദ്ദ? തലാഖ് ചൊല്ലാൻ അനുവാദമുള്ള ഇദ്ദ ഹൈദിലല്ലാതിരിക്കെ, മെൻസസ് പീരീഡിൽ പാടില്ല, ആർത്തവകാരിയായിരിക്കെ പാടില്ല, ശുദ്ധിയിലായിരിക്കെ, അതുപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ആ ശുദ്ധികാലത്ത്, എങ്കിൽ മാത്രമേ തലാഖ് പാടുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുള്ളത്. എന്നാൽ ഇവിടെ ഒരു മസ്അലയുണ്ട്, ഇവിടെ ഒരു വിഷയമുണ്ട്. എന്താണത്? ഇങ്ങനെ തലാഖ് ചൊല്ലുക എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. പക്ഷേ ഈ തലാഖ് ഒരാൾ ചെയ്താൽ അത് നടക്കുമോ ഇല്ലേ എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം ഹറാമാകലും അത് സംഭവിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കാര്യം ബാത്തിലാണെന്ന് പറയലും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കാര്യം ഒരാൾ ചെയ്താൽ അത് ഇപ്പൊ നോക്ക്, നോമ്പിൽ എന്തു പറയരുത്? കളവ് പറയാൻ പാടില്ല, ഗീബത്ത് പറയരുത്,
ഫാഹിഷായ വർത്താനം പറയും, ഹറാമാണ്. അല്ലാത്ത സമയത്ത് ഹറാമാണ്, നോമ്പിന് ഹറാമാണ്, നോമ്പിനത് പറയൽ ഹറാമാണ്. പക്ഷേ അയാൾ എടുത്ത നോമ്പ് അള്ളാഹുവിങ്കൽ അയാൾക്ക് അജർ കിട്ടുമോ ഇല്ലേ, അത് റബ്ബിങ്കലുള്ള വിഷയമാണ്. പക്ഷെ അയാളുടെ ദുനിയാവിലെ ഹുക്കും അനുസരിച്ച് അത് ബാത്തിലായോ ഇല്ലേ, ബാത്തിലായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരാള് റമദാനിൽ നോമ്പിലായിരിക്കെ കളവ് പറഞ്ഞു, ഹറാമാണ്, പാടില്ല. മറ്റൊരാളെ ഗീബത്ത് പറഞ്ഞു, ഹറാമാണ്, പാടില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞുപോയി. ആ നോമ്പ് അയാൾ നോറ്റ് കൂട്ടണോ വേണ്ടേ, അവിടെയാണ് ബാത്തിലാണോ ഇല്ല എന്നുള്ള വിഷയം വരിക. ബാത്തിലാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും, അയാള് ആ നോമ്പ് ഒന്നുകൂടി ആ നിയത്തിൽ നോറ്റ് കൂട്ടണം. അത് വേണോ വേണ്ടേ? നോമ്പിൽ ഒരാൾ കളവ് പറഞ്ഞാൽ റമദാനിൽ, ഒരാൾ ഗീബത്ത് പറഞ്ഞാൽ വേണ്ടതില്ല. അതേസമയം ഒരാൾ നോമ്പിൽ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല. അയാൾ ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, അപ്പൊ നോമ്പ് ബാത്തിലായി. ആ ബാത്തിൽ എന്ത് ബാത്തിലാണ്? എടുത്തു വീട്ടേണ്ട ബാത്തിലാകലാണ്. അയാളത് എടുത്തു വീട്ടണം, ആ നോമ്പ് അയാൾ എടുത്തു വീട്ടണം. ദുനിയാവിൽ അതിന്റെ ഹുക്കും ബാത്തിലായി എന്നതാണ്. അപ്പൊ ഇത് രണ്ടു രൂപത്തിലുണ്ട്. ഒരു കാര്യം ഹറാമായാൽ പക്ഷെ അതെപ്പോഴും ആ അമലിനെ ബാത്തിലാക്കണമെന്നില്ല. എന്നതുപോലെ നോക്ക്, തലാഖ്, ഒരാളുടെ ഭാര്യ ഹൈദിലായിരിക്കെ, ആർത്തവകാരിയായിരിക്കെ തലാഖ് ചെല്ലൽ പാടില്ലാത്തതാണ്. ആർത്തവകാരിയല്ല, ശുദ്ധികാലത്ത് തന്നെ, പക്ഷെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ശുദ്ധികാലം വരുന്നത് വരേക്കും തലാഖ് ചെല്ലാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഒരാൾ ചൊല്ലി തലാഖ് നടക്കുമോ ഇല്ലേ, തലാഖ് സംഭവിക്കുമോ ഇല്ലേ, വല്ലാഹു തആല ആലം. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ കൂടുതൽ സഹീഹായ അഭിപ്രായമായി നമ്മൾ മനസ്സിലാക്കുന്നത് തലാഖ് സംഭവിക്കുകയില്ല എന്നാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം, ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ശൈഖ് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാഹ്, ഇവരുടെയൊക്കെ അഭിപ്രായ പ്രകാരം തലാഖ് സംഭവിക്കുകയില്ല എന്നാണ്. എന്താ, തലാഖ് ബാത്തിലാണ്. ആ തലാഖ് ബാത്തിലാണ്, അത് തലാഖിൽ കൂട്ടുകയില്ല. ഹറാമാണെന്ന് മാത്രമല്ല, ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, അത് തലാഖാവുകയില്ല. ഹൈദിന്റെ സമയത്തോ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള തുഹറിന്റെ സമയത്തോ ശുദ്ധിയുടെ സമയത്തോ ആണ് ഒരാൾ തലാഖ് ചൊല്ലിയതെങ്കിൽ തലാഖ് സംഭവിക്കുകയില്ല. അള്ളാഹുവിന്റെ ഈ ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും പ്രകാരം അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹൻ നബി ഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന. നോക്ക്, തലാഖ് എന്ന വാക്ക് വളരെ കടുത്ത ഒരു വാക്കാണ്. വിവാഹിതരായിട്ടുള്ള പുരുഷന്മാർ നന്നായി ശ്രദ്ധിക്കുക, അല്ലാത്തവരും ശ്രദ്ധിക്കുക. നമുക്ക് തമാശ കളിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണെന്ത്, തലാഖ് പോലെയുള്ള കാര്യങ്ങൾ. അതോ അതിന് സമാനമായ വാക്കുകളോ നമുക്ക് തമാശ പറയാൻ പാടില്ല. മനസ്സിലായോ? അതിൽ തമാശ പറയാൻ പാടില്ലാത്തതാണ്. ചില കാര്യങ്ങളുണ്ട്, ജിദ്ദുഹുന്ന ഹസ്റുൻ ഹസ്ലുഹുന്ന ജിദ്ദുൻ, അതിൽ തമാശയും കാര്യമാണ്. ഒരാൾ തമാശക്ക് ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിന്നെ തലാഖ് ഇല്ല എന്ന് പറഞ്ഞാൽ തലാഖ് സംഭവിക്കും. മനസ്സിലായോ? ഈ ഹുക്കും അറിഞ്ഞുകൊണ്ടാണെങ്കിൽ, ഈ ഹുക്കും ഒരാൾക്കറിയാം, അറിഞ്ഞിട്ടാണ് ഈ വിധി അയാൾക്കറിയാം എങ്കിൽ തമാശക്ക് പറഞ്ഞു, ഞാൻ തലാഖ് ഇരിക്കുന്നു പറഞ്ഞാൽ എന്തായി, തലാഖ് സംഭവിച്ചു എന്നാണ്. അതിൽ തമാശയില്ല. അതുപോലെ തന്നെയാണ് അടിമയെ മോചിപ്പിക്കുക. തമാശക്ക് പറയണം ഒരു ഉടമ, നീ എന്നെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആള് കഴിച്ചില്ലായി, രക്ഷപ്പെട്ടു, അയാള് സ്വതന്ത്രനായി. അതുപോലെയാണ് തലാഖ്. അത് സഹോദരങ്ങളെ നമുക്ക് തമാശ കളിക്കാനോ ഒന്നുള്ള കാര്യമല്ല. എന്തെങ്കിലും നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ പറയേണ്ട വാക്കല്ല, ഗൗരവപ്പെട്ട വാക്കാണ്. നിക്കാഹും തലാഖൊന്നും ജനങ്ങൾക്ക് കളിക്കാനുള്ളതല്ല. അത് ജനങ്ങളുടെ ഇർദിനെ, അഭിമാനത്തെ ബാധിക്കുന്ന സംഗതികളാണ്. വലിയ ദുൽമതിൽ വരും. ചോര ചിന്തുക, സ്വത്ത് കവർന്നെടുക്കുക പോലെയുള്ള ദുൽമുകൾ, അതിക്രമങ്ങൾ ചെയ്യാൻ പലരും ഒന്ന് മടിക്കും. എന്നാൽ ജനങ്ങളുടെ അഭിമാനത്തെ തൊട്ട് കളിക്കുന്ന അതിക്രമങ്ങൾ പലരും മടിക്കാറില്ല. അത് ജനങ്ങൾ നിസ്സാരമായി ചെയ്യുന്നു. നമ്മൾ നന്നായി പേടിക്കുക. അത് തമാശ പറയേണ്ട സംഗതികളോ എന്തെങ്കിലും തോന്നിയതിന് പറയേണ്ട സംഗതികളോ ഒന്നുമല്ല, മറിച്ച് വളരെ ഗൗരവപ്പെട്ട സംഗതികളാണ്. അള്ളാഹു പറഞ്ഞു, അവർ നിങ്ങളിൽ നിന്ന് ബലിഷ്ഠമായ ഒരു കയറാണ് വാങ്ങിയിട്ടുള്ളത്. അള്ളാഹു ഹലാലാക്കിയതിൽ അവന് വെറുപ്പുള്ള സംഗതിയാണ് തലാഖ് എന്നൊരു ഹദീസുണ്ട്. അതിന്റെ സിഹത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്.
എന്ത് ആ ഹദീസ് സഹിഹാണോ അല്ലേ എന്നതിൽ. അള്ളാഹു ഹലാലാക്കിയതിൽ വെച്ച് അള്ളാഹുവിന് ഏറെ കോപമുള്ള സംഗതിയാണ് തലാഖ് എന്ന ഹദീസ്. ചിലരത് സഹിഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ ദഈഫാണെന്ന് പറഞ്ഞു. പക്ഷെ സഹോദരങ്ങളെ, ഇത് ഗൗരവപ്പെട്ട സംഗതിയാണ് എന്നതിൽ തർക്കമില്ല. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. തമാശ പറയാനോ തോന്നുമ്പോഴൊക്കെ പറയാനോ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹു കടുത്ത നിയമങ്ങൾ അതിന് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? ഇതുകൊണ്ട് കളിക്കും. തോന്നിയ പോലെ ഒഴിവാക്കുക, തോന്നിയ പോലെ എടുക്കുക, പാടില്ലാത്തതാണ്. അള്ളാഹു അതിന് കടുത്ത നിയമങ്ങൾ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് കളിക്കാതിരിക്കാൻ, ആ ജനങ്ങൾക്ക് കളിക്കാനുള്ളതോ തോന്നിയതുപോലെ പ്രവർത്തിക്കാനുള്ളതോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് അള്ളാഹു ഇത് പറഞ്ഞു. ഉമ്മത്തിന് മുഴുവൻ ഇത് ബാധകമാണ്. നോക്ക്, എന്നിട്ട് അതുകൊണ്ടാണ് തലാഖ് എന്നതിനെ പണ്ഡിതന്മാർ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇബ്നു കസീർ പറയുന്നു, വമിൻഹാ ഹുന, ഇവിടെ നിന്നാണ് അഖദൽ ഫുഖഹാഉ അഹ്കാം അത്തലാഖി വഖസ്സമുഹു ഇലാ തലാഖി സുന്ന വതലാഖി ബിദ്അ. ഇതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ തലാഖിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് തലാഖ് സുന്ന, മറ്റത് തലാഖ് ബിദ്അ. ബിദ്അത്തിന്റെ തലാഖ്, സുന്നത്തിന്റെ തലാഖ്. സുന്നത്തിന്റെ തലാഖ് എന്നാൽ എങ്ങനെയാണ് ആ തലാഖ്? തലാഖ് ചെയ്യാൻ എപ്പോഴേ പാടുള്ളൂ? ശുദ്ധിയുള്ള സമയത്ത്. അതുപോലെ ആ ശുദ്ധിയുള്ള സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കാൻ പാടില്ല. ഹൈദിന്റെ സമയത്ത് തലാഖ് പാടില്ല. ഗർഭിണി ആയിരിക്കെ പറ്റുമോ? ഗർഭം അത് മുസ്തബീൻ ആണെങ്കിൽ, സ്ത്രീ ഗർഭിണിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ തലാഖ് അനുവദനീയമാണ്. ഗർഭിണിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ടുണ്ടെങ്കിൽ, അപ്പോൾ തലാഖ് എന്താണ്? അനുവദനീയമാണ്. അപ്പൊ മനസ്സിലായോ നേരത്തെ പറഞ്ഞതിൽ നിന്നുള്ള വ്യത്യാസം? തുഹറിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തലാഖ് പാടില്ല. സ്ത്രീ ശുദ്ധിയിലായിരിക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തലാഖ് പാടില്ല. പക്ഷേ ഗർഭിണിയാണെന്ന് വ്യക്തമായാൽ തലാഖ് അനുവദനീയമാണ്. എപ്പോഴാണ് ഇദ്ദ അവസാനിക്കുക? പ്രസവിക്കുന്നതോടെ ഇദ്ദ അവസാനിക്കും. അപ്പൊ ബിദ്അയായ ഇബ്നു കസീർ പറയുന്നു, ഫതലാഖു സുന്ന, സുന്നത്തായ തലാഖ് എന്ന് പറഞ്ഞാൽ കൂലി കിട്ടും എന്നല്ല ഇതിന്റെ അർത്ഥം. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലുള്ളത് എന്നാണ് ഇതിന്റെ അർത്ഥം. സുന്നത്തിനോട് യോജിച്ചത് എന്നാണ് അർത്ഥം. ഫതലാഖു സുന്ന അൻ യുതല്ലിഖഹാ താഹിറൻ. ശരിയായ തലാഖ് എന്നാൽ ഒരാൾ സ്ത്രീയെ തലാഖ് ചൊല്ലലാണ് താഹിറൻ, അവൾ ഹൈദിലല്ലാതിരിക്കെ, ശുദ്ധിയിലായിരിക്കെ, മിൻ ഗൈരി ജിമാഇൻ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്ത നിലക്ക്, ഔ അല്ലെങ്കിൽ ഹാമിലൻ ഖദ് ഇസ്തബാന ഹംലുഹാ, അല്ലെങ്കിൽ എപ്പോഴാണ്? ഹാമിലൻ, ഗർഭിണിയായിരിക്കെ തലാഖ് ചൊല്ലുക എന്നുള്ളത് അനുവദനീയമാണ്. ഖദ് ഇസ്തബാന ഹംലുഹാ, ഗർഭം ഉണ്ടെന്ന് വ്യക്തമായിട്ടുണ്ടെങ്കിൽ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, നേരത്തെ അനുവദനീയമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചെയ്യണമെന്നല്ല, അത് അവരോടുള്ള ക്രൂരതയല്ല, മറിച്ച് പല സന്ദർഭങ്ങളിൽ അത് അനിവാര്യമായി തീരും. ഒരിക്കലും യോജിച്ചു പോകാൻ സാധിക്കുകയില്ല എന്ന് വന്നാൽ അത് അനുവദനീയമായി തീരും. ബിദ്അയായ തലാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ അൻ യുതല്ലിഖഹാ ഫീ ഹാലിൽ ഹൈദ്, ഹൈദിന്റെ സമയത്ത് ആർത്തവകാരിയായിരിക്കെ പെണ്ണിനെ തലാഖ് ചൊല്ലുക എന്നതാണ്. ഔ ഫീ തുഹ്റിൻ, അല്ലെങ്കിൽ ശുദ്ധിയിലായിരിക്കെ ചൊല്ലൽ. ഖദ് ജാമഅഹാ ഫീഹി, അവളെ ആ സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. വലായതിരി, അറിയുകയില്ല, അഹമലത് അംല, ഗർഭിണിയാണോ അല്ലേ, ഗർഭം ധരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയുകയുമില്ല. അങ്ങനെയുള്ള സമയത്ത് തലാഖ് ചൊല്ലിയാൽ അത് ബിദ്അയായ തലാഖാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിയമം വന്നിട്ടുള്ളത്? കാരണം ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ല, ബുദ്ധിയുള്ള ഏവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കുട്ടി ജനിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പിതാവ് ആരാണ് എന്ന വിഷയം. കുട്ടിയുടെ പിതാവ് ആരാണ് എന്ന വിഷയം അത് ഇഷ്തിബാഹിലായി പോകും, അത് സംശയാസ്പദമായി പോകും. ഇങ്ങനെയല്ലാതെ തലാഖ് നടന്നാൽ അത് സംശയാസ്പദമായി പോകും. അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാകും, അപ്പൊ ഹൈദിന്റെ സമയത്ത് എന്താണ്, തർക്കമില്ലല്ലോ എന്ന് സംശയം ഉണ്ടാകും. അവിടെയാണ് ഒരു വിഷയം ഉള്ളത്. അതായത് ഗർഭിണിയായ സ്ത്രീ, അവൾക്ക് ഹൈദ് ഉണ്ടാകുമോ ഇല്ലേ? ഗർഭിണിയായ സ്ത്രീക്ക് ആർത്തവം ഉണ്ടാകുമോ ഇല്ലേ? അള്ളാഹുവിന്റെ കിതാബിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു ഉണ്ടാവുകയില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാകുക?
പൊതുവെയുള്ള അവസ്ഥ അനുസരിച്ച്. വേറെ ചിലർ പറഞ്ഞില്ല, അങ്ങനെ പറയാൻ കഴിയുകയില്ല. ഗർഭിണിയായിരിക്കും ഹൈദ് ഉണ്ടാവുകയില്ല, അർത്ഥം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. അള്ളാഹുവിന്റെ കിതാബിലോ സല്ലല്ലാഹുവിന്റെ സുന്നത്തിലോ അങ്ങനെ വന്നിട്ടില്ല എന്ന്. അല്ലാഹു അലം. ഇതിൽ കൂടുതൽ സഹീഹായ ശരിയായ അഭിപ്രായമായി നമുക്ക് മനസ്സിലാകുന്നത് ഗർഭിണിയായിരിക്കെ സ്ത്രീക്ക് ഹൈദ് വരികയില്ല എന്ന് പറയാൻ കഴിയില്ല. ചില സമയത്ത് വന്നേക്കും. അങ്ങനെ പല ആളുകൾക്കുണ്ടായിട്ടുണ്ട്, പലർക്കുണ്ടായിട്ടുണ്ട്. മാത്രമല്ല കിതാബിലോ സുന്നത്തിലോ വ്യക്തമായി ഒന്നും വന്നിട്ടില്ല. അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുപോലെ ഇതുപോലുള്ള ചില നിയമങ്ങൾ അല്ലാഹു അലം അതിന് സൂചനയാണ്. ഹൈദുള്ള സമയത്ത് തലാഖല്ലാൽ ശരിയാവുകയില്ല എന്ന് പറഞ്ഞാൽ, ഹൈദുണ്ടെങ്കിൽ ഗർഭിണിയല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയുകയില്ല. ചിലപ്പോ ഗർഭിണിയായിരിക്കുകയും ഹൈദ് വന്നേക്കാം. അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹാദാ ശൈഉൻ കതബഹു അല്ലാഹു അലാ ബനാതി ആദം. അള്ളാഹു ആദമിന്റെ പെൺമക്കൾക്ക് എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. ആയിഷ റളിയല്ലാഹു അൻഹ ഹജ്ജിനിടയിൽ അവർക്ക് ഹൈദ് ഉണ്ടായപ്പോൾ അവർ കരഞ്ഞു. ബാക്കിയുള്ളവർക്കൊക്കെ ഉംറ ചെയ്യാൻ അവസരമുണ്ട്, എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന ഹാദാ കതബഹു അല്ലാഹു അലാ ബനാതി ആദം. ആദമിന്റെ പെൺമക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എഴുതി വെച്ചിട്ടുള്ളതാണ്, അള്ളാഹു തീരുമാനിച്ചതാണ്. അതിൽ നിന്ന് സ്ത്രീകൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പെൺമക്കളായതുകൊണ്ട് അവർക്കത് ബാധകമാണ്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഇദ്ദ കണക്ക് കൂട്ടുകയും ചെയ്യുക. ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹൈദ് അതിന്റെ സമയത്ത് ചൊല്ലാൻ പാടില്ല, തുഹറിന്റെ സമയത്ത് ചൊല്ലണം, ഇതൊക്കെ ആർക്കാണ് ബാധകം? ഹൈദുള്ള സ്ത്രീകൾക്കാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല. അല്ലാത്ത സ്ത്രീകൾ ആരാണ്? ആയിസത്തായ സ്ത്രീകൾ, ഹൈദ് നിലച്ചിട്ടുള്ള, പ്രായമേറി ഹൈദ് നിലച്ചിട്ടുള്ള സ്ത്രീകൾ, അവർക്കത് ബാധകമല്ല. അതുപോലെ ഹൈദിന്റെ പ്രായം എത്താത്ത പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ, അവർക്കും അത് ബാധകമല്ല. ഇസ്ലാമിൽ അവരെ വിവാഹം ചെയ്യാന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തിട്ടുള്ളതുപോലെ, ആയിഷ റളിയല്ലാഹു അൻഹക്ക് അവരോട് ഏറ്റവും നസീഹത്തുള്ള അവരുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവർക്ക് ഈ ലോകത്തും പരലോകത്തും ഖൈറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരിക്കുക എന്നതുകൊണ്ട് അവരെ വിവാഹം ചെയ്തു കൊടുത്തു. സമാനമായ സന്ദർഭം ഉണ്ടായാൽ അത് അനുവദനീയമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ ഹൈദ് വരുന്നതിന് മുമ്പുള്ള പെൺകുട്ടികൾ, അതുപോലെ ഹൈദ് നിലച്ചിട്ടുള്ള സ്ത്രീകൾ, അവർക്ക് ഈ പറഞ്ഞ തലാഖിന്റെ ഈ രണ്ട് നിയമം ബാധകമല്ല, കാരണം അവർക്ക് ഹൈദില്ല. വഹ്സുൽ ഇദ്ദ, എന്നിട്ട് അള്ളാഹു പറഞ്ഞത് നോക്കൂ, വഹ്സു, നിങ്ങൾ കണക്ക് കൂട്ടുക. അല്ല ഇദ്ദ, എന്ത് കണക്ക് കൂട്ടുക? ഇദ്ദ കണക്ക് കൂട്ടുക. ഈ പറഞ്ഞ ഇദ്ദ ഏതാണ്? ഇത് തലാഖ് ചൊല്ലി തിരിച്ചെടുക്കാൻ ഭർത്താവിന് അനുമതിയുള്ള സമയം, അതിനാണ് ഇദ്ദ എന്ന് പറയുക. നന്നായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇദ്ദ എന്നത് എന്താണ്. ഇദ്ദ എന്നത് എന്താണ്? ഒരു പുരുഷൻ അയാളുടെ ഭാര്യയെ തലാഖ് ചൊല്ലിയാൽ അയാൾക്ക് 3 ഖുറൂഇൻ ഉള്ളിൽ ഈ ഭാര്യയെ തിരിച്ചെടുക്കാം. ഖുറൂ എന്നാൽ 3 ശുദ്ധികാലം. 3 ഹൈദാണെന്നും 3 ശുദ്ധികാലമാണെന്നും അഭിപ്രായമുണ്ട്. 3 ഹൈദിനുള്ളിൽ, 3 പ്രാവശ്യം ഹൈദ് വരുന്നതിനുള്ളിൽ ഈ തലാഖ് ചൊല്ലപ്പെട്ട ഭാര്യയെ അയാൾക്ക് തിരിച്ചെടുക്കാം. തിരിച്ചെടുക്കാൻ എന്ത് വേണ്ടതില്ല? അവരുടെ സമ്മതം വേണ്ടതില്ല. 2 പുതിയ മഹർ വേണ്ടതില്ല. 3 പുതിയ നിക്കാഹ് വേണ്ടതില്ല. ആര്? ഇയാളുടെ വലിയൊന്ന് നിക്കാഹ് ചെയ്യേണ്ട ആവശ്യമില്ല, മഹറില്ല. അതുപോലെ ഈ പെണ്ണിന്റെ സമ്മതം ആവശ്യമില്ല. അതുപോലെ ഈ 3 ശുദ്ധികാലം വരേക്കും ഈ പെണ്ണിന്റെ ചെലവ്, ഭക്ഷണം, പാർപ്പിടം എന്നതൊക്കെ ഈ തലാഖ് ചൊല്ലിയ ഭർത്താവിന്റെ മേൽ ബാധ്യതയാണ്. ഇതാണ് ഇദ്ദ എന്ന് പറയുന്നത്. ഈ 3 ശുദ്ധികാലം കഴിഞ്ഞാൽ പിന്നെ തലാഖ് പൂർണ്ണമായി സംഭവിച്ചു. അപ്പോൾ ഈ പെണ്ണ് ഈ ഭർത്താവിന്റെ കീഴിലല്ല, അവൾ സ്വതന്ത്രയായി. പിന്നെ അവളെ വിവാഹം ചെയ്യണമെങ്കിൽ സാധാരണ വിവാഹം ആലോചിച്ച് ചെല്ലുന്ന പുരുഷന്മാരുടെ കൂട്ടത്തിൽ മാത്രമാണ് ആരുടെ സ്ഥാനം? പഴയ ഭർത്താവിന്റെ സ്ഥാനം. അവളുടെ സമ്മതം വേണം, മഹർ വേണം, അവിടെ വലിയ നിക്കാഹ് ചെയ്തു കൊടുക്കണം.
മനസ്സിലായോ? അതുവരെ ഈ 3 ശുദ്ധികാലം വരേക്കും ഇയാളുടെ കീഴിൽ തന്നെയാണ് അവൾ, ഇയാളുടെ കീഴിൽ തന്നെയാണ്. ഇങ്ങനെ ഒരു തവണ സംഭവിച്ചു, അയാൾ തിരിച്ചെടുത്തു 3 ശുദ്ധികാലത്തിനുള്ളിൽ. രണ്ടാമത്തെ തവണ സംഭവിച്ചു, തിരിച്ചെടുത്തു 3 ശുദ്ധികാലത്തിനുള്ളിൽ, അല്ലെങ്കിൽ പുതിയ നിക്കാഹുണ്ട് 3 മാസം കഴിഞ്ഞിട്ട്. മൂന്നാമത് 3 തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ ഭർത്താവിന് ഈ പെണ്ണിനെ വിവാഹം ചെയ്യാൻ പാടില്ല. ഇദ്ദക്ക് മുമ്പാകട്ടെ ഇദ്ദക്ക് ശേഷമാകട്ടെ, ഇദ്ദക്ക് മുമ്പ് ഇദ്ദ കഴിയുന്നതിന് മുമ്പ് തിരിച്ചെടുക്കാനോ ഇദ്ദക്ക് ശേഷം പുതിയ നിക്കാഹിലൂടെ എടുക്കാനോ പാടില്ല. 3 തലാഖ് കഴിഞ്ഞാൽ ഭർത്താവിന് ഭാര്യയെ തിരിച്ചെടുക്കാനോ നിക്കാഹ് ചെയ്യാനോ പാടില്ല. മറിച്ച് എന്തു വേണം? ഈ പെണ്ണിനെ വേറൊരാൾ വിവാഹം ചെയ്യണം, എന്നിട്ട് ആ ബന്ധം തലാഖിലൂടെ വേർപിരിയണം. എങ്കിൽ മാത്രമേ പഴയ ഭർത്താവിന് ഈ പെണ്ണിനെ വീണ്ടും വിവാഹം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ 3 തവണ തലാഖ് സംഭവിച്ച ഒരാൾക്ക് അയാളുടെ പഴയ ഭാര്യയെ ഹലാലാക്കി കൊടുക്കാൻ വേണ്ടി ഒരാൾ താൽക്കാലികമായി ആ പെണ്ണിനെ വിവാഹം ചെയ്യുക, ഇങ്ങനൊരു ഏർപ്പാടുണ്ട്. ഏറ്റവും വൃത്തികെട്ട, ഇസ്ലാമിന്റെ മുഖം മറ്റുള്ളവർക്കിടയിൽ വികൃതമാക്കുന്ന ഒരു പണി നമ്മുടെ നാട്ടിലുണ്ടത്. മുസ്ലിയാക്കന്മാരാണ് അതിന്റെ ആളുകൾ, ഷിർക്കിന്റെയും കുഫറിന്റെയും ആളുകൾ. അവർക്ക് എന്ത് മടിയാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൈസുൽ മുസ്തആർ എന്നാണ് അങ്ങനെയുള്ള ആളുകളെ വിളിച്ചത്. ശപിച്ചിരിക്കുന്നു. ഹലാലാക്കി കൊടുക്കാൻ നിൽക്കുന്നവനെയും ആർക്ക് വേണ്ടിയാണോ ആക്കി കൊടുത്തത് ഇവൻ, പഴയ ഭർത്താവ്, അവനെ തൈസുൽ മുസ്തആർ, വാടകക്കെടുത്ത കുട്ടനാട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ളവരെ വിളിച്ചിരിക്കുന്നു. ഏറ്റവും വൃത്തികെട്ടതാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കീഴിലുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഹദ് നടപ്പാക്കും, എന്തിന്റെ വ്യഭിചാരത്തിന്റെ ശിക്ഷ നടപ്പാക്കരുന്നുവല്ലോ എന്നാണ് ആര് പറഞ്ഞത്? ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ ഏറ്റവും വൃത്തികെട്ട പരിപാടിയാണ്. അപ്പൊ ഈ 3 തലാഖ് എങ്ങനെയാണ് നടക്കുക? അതിലാണ് അഭിപ്രായ വ്യത്യാസം. അതാണ് മുത്തലാഖ് എന്ന് 3 തലാഖിന് കൂട്ടിയിട്ട് ഒരു വാക്കുണ്ടാക്കി പറയുന്നത്. ചില ജാഹിലുകൾ ഇതിന്റെ വാർത്തയൊക്കെ കൊടുക്കുമ്പോൾ കാണാം 3 നഖാബ് ധരിച്ച സ്ത്രീകളെ ഫോട്ടോ കൊടുക്കുക. ഓന്റെ വിചാരം 3 പെണ്ണുങ്ങളെ ഒരുമിച്ച് തലാഖ് വല്ലിട്ടായിരിക്കും. എന്തെങ്കിലും അറിയണ്ടേ? ഇസ്ലാമിനെ പരിഹസിക്കാൻ മാത്രം അല്ലേ പഠിച്ചിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചൊന്നും അവനറിയില്ല. പിന്നെ ഏതാണ് നമുക്ക് വേണ്ടത്? ചില ആളുകൾ പറഞ്ഞതുപോലെ, അതെ ഞങ്ങൾക്ക് സംബന്ധം 4 പാടുള്ളൂ, നിങ്ങൾക്ക് അസംബന്ധം എത്രയാവാലോ എന്ന് ചോദിച്ചതുപോലെ അങ്ങനെയുള്ള ഖൗമാണ് നമ്മളെ പരിഹസിക്കാൻ വരുന്നത്. അള്ളാഹുവിന്റെ ദീനിലെ നിയമങ്ങളെ പരിഹസിക്കാൻ വരുന്നത്. നമ്മൾ ഈ ദീനിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. റദീന ബില്ലാഹി റബ്ബൻ വബിൽ-ഇസ്ലാമി ദീനൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അവതരിപ്പിച്ചു തന്ന ദീനാണ്. ഈ ദീനിലെ നിയമങ്ങൾ മനുഷ്യന്റെ അഭിമാനവും അവന്റെ അന്തസ്സും അവന്റെ എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്ന ഏറ്റവും ഖൈറായ നിയമങ്ങളാണ്. അപ്പൊ മുത്തലാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മലയാളത്തിലൊരു വാക്കാണ്. ഈ 3 തലാഖ് ഒരാൾ ഒറ്റയടിക്ക് ചൊല്ലിയാൽ നടക്കോ ഇല്ലേ എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരാൾ തന്റെ ഭാര്യയോട് ഞാൻ നിന്നെ 3 തലാഖും ചൊല്ലിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നെ തലാഖ് ചൊല്ലി 2ാമത്തും ചൊല്ലി 3ാമത്തും ചൊല്ലി എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 3ഉം ഒരുമിച്ച് നടക്കുമോ അല്ല ഒന്നേ നടക്കുള്ളൂ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 3 ഒന്നായി നടന്നാൽ എന്തായി? പിന്നെ ഈ ചൊല്ലിയവന് ഇവളെ തിരിച്ചെടുക്കാനോ പുതിയ നിക്കാഹിലൂടെ ഭാര്യയാക്കാനോ പാടില്ല. എന്തു വേണം? ഇവളെ വേറൊരാൾ വിവാഹം ചെയ്യണം സ്വാഭാവികമായി. എന്നിട്ട് സ്വാഭാവികമായി അത് തലാഖിലെത്തണം. എന്നിട്ട് പിന്നെ ഇയാൾ കല്യാണം ആലോചിക്കണം. അവളുടെ സമ്മതം ഉണ്ടെങ്കിൽ നിക്കാഹ് വലിയ കഴിച്ചു കൊടുക്കണം. അങ്ങനെ സംഭവിക്കും. ഈ 3 ആയി കൂട്ടിയാൽ 3ഉം ഒന്നായിട്ടേ പരിഗണിക്കുള്ളൂ എങ്കിലോ അത് 3 അല്ല, ഒറ്റയടിക്ക് 300 വലിയാലും എന്തേ ആവുള്ളൂ? ഒരു തലാഖ്. അതിന് 3 ശുദ്ധികാലത്തെ ഇദ്ദ. അതിനിടയിൽ ഇയാൾക്ക് തിരിച്ചെടുക്കാം. സമ്മതം വേണ്ട, നിക്കാഹ് വേണ്ട, മഹർ വേണ്ട. ഇനി 3 ശുദ്ധികാലം കഴിഞ്ഞാൽ നിക്കാഹിലൂടെ തിരിച്ചെടുക്കാം. അപ്പൊ ഇതിലേതാണ് ശരിയായ അഭിപ്രായം? അല്ലാഹു ആലം. അതിൽ കൂടുതൽ ശരിയായ അഭിപ്രായവും ഇസ്ലാമിന്റെ നീതിപൂർവമായ നിയമങ്ങളോട് യോജിച്ച അഭിപ്രായവും എത്ര ചൊല്ലിയാലും ഒന്നേ പോവുള്ളൂ എന്നതാണ്. എത്ര ചൊല്ലിയാലും ഒരു തലാഖേ സംഭവിക്കൂ എന്നതാണ്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശിഷ്യ ഇബ്നുൽ ഖയ്യിം അദ്ദേഹം ജാദുൽ ഇഅലാമുൽ മുഅഖ്ഖിഈൻ എന്ന കിതാബിൽ ഒരുപാട് തെളിവുകളിലൂടെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ഇതും. അതുപോലെ ഈ മുഹല്ലിലാക്കാൻ, ഹലാലാക്കി കൊടുക്കാൻ നിൽക്കുന്ന അതിനെക്കുറിച്ചൊക്കെ ഏറ്റവും നന്നായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സംസാരിച്ചിരിക്കുന്നു. അതാണ് അതിൽ ശരിയായ അഭിപ്രായം.
അപ്പൊ നമ്മൾ പറഞ്ഞ ഈ 3 ശുദ്ധികാലത്തെ ഇദ്ദ എന്നത് ആർക്കാണ് ബാധകം? ഹൈദുള്ള സ്ത്രീകൾക്കാണ്. അല്ലാത്ത സ്ത്രീകൾ, ചെറിയ പെൺകുട്ടിയോ അല്ലെങ്കിൽ ഹൈദ് നിന്ന വൃദ്ധയായ സ്ത്രീയോ ആണെങ്കിൽ അവരുടെ ഇദ്ദ 3 മാസമാണ്. അവരുടെ ഇദ്ദ 3 മാസമാണ്. ഗർഭിണികളുടെ ഇദ്ദ പ്രസവം വരെയാണ്. ഇന്ന് തൊലാഖ് ചൊല്ലി നാളെ പ്രസവിച്ചാൽ ഇദ്ദ കഴിഞ്ഞു, അവൾ വേർപെട്ടു. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇദ്ദ. ഇതും വേറൊന്നും തമ്മിൽ ആളുകൾക്ക് മാറിപ്പോകാറുണ്ട്. ഭർത്താവ് മരിച്ചാലുള്ള തഹദീദ് ഇദ്ദ എന്ന് പറയാം. ഭർത്താവ് മരിച്ചാൽ ഭർത്താവിനോടുള്ള സ്ത്രീയുടെ ബന്ധം വളരെ കടുത്ത ബന്ധമാണ്. ഭർത്താവുമായുള്ള സ്ത്രീയുടെ അടുപ്പവും അങ്ങനെ തന്നെ. മാനസികമായി അതിൽ നിന്ന് മോചിതയാകാൻ തന്നെ കാലെടുക്കും. പുരുഷനെ പോലെയല്ല അവർ. ചില ആളുകൾ ഇതും പരിഹരിച്ച് പറയാറുണ്ട്. ഭാര്യ വെച്ച ഓന് പിറ്റേന്ന് പോയി കെട്ടാം, ഇവര് 4 മാസം കാത്തിക്കണം. കാരണം അഖലില്ല, ബുദ്ധിയില്ലാതെ, അതുപോലെ യാതൊരു വിവേകവും ഇല്ലാത്ത ആളുകളാണ് അങ്ങനെ സംസാരിക്കാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആണ് പെണ്ണ് ഒരുപോലെയല്ല. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ത്രീകളുണ്ട്. വിവാഹം കഴിഞ്ഞ് കുറെ കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് വേറെ ഭർത്താവ് വേണ്ട എന്ന് പറയുന്ന സ്ത്രീകളുണ്ട്. എന്താണ് കാരണം? അങ്ങനെയുള്ള ബന്ധമാണ് അവർക്ക് ഭർത്താവുമായുള്ള ബന്ധം. എന്നാൽ അതുകൊണ്ടാണ് പലരും പിന്നെ ഈ സ്ത്രീയെ വേറെ വിവാഹം കഴിപ്പിക്കാൻ പലരും ആലോചിക്കാറില്ല. അതൊരു തെറ്റാണ്, വേറൊരു തെറ്റാണ്. നമ്മൾ തിരുത്തേണ്ട തെറ്റാണ്. ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് മരിച്ചാൽ അവൾ ചിലപ്പോൾ കുറെ കാലം പറഞ്ഞേക്കും എനിക്ക് വേറെ വിവാഹം വേണ്ട എന്ന്. പക്ഷേ വർഷങ്ങൾ കഴിയുന്നതിനെ മറക്കും. മനുഷ്യനാണ്. അൽ ഇൻസാൻ മഹല്ലുൻ നിസ്യാൻ. ഇൻസാൻ നിസ്യാന്റെ ആളാണ്, മറവിയുടെ ആളാണ്. അള്ളാഹുവിന്റെ നിഅമത്താണ് ചില സമയത്ത് മറവി എന്നത്. അപ്പൊ ചിലപ്പോ 1 വർഷം വരെ പറഞ്ഞേക്കും. അപ്പൊ നമ്മള് പിന്നെ ഒന്നും ആലോചിക്കൂല. കാരണം അവള് പറഞ്ഞിട്ടുണ്ടല്ലോ, കുറെ നമ്മൾ ചോദിച്ചു വേറെ വിവാഹം വേണ്ടെന്ന് പറയും. ഇത് വർഷങ്ങൾ കഴിയുന്നതിന് ഇങ്ങനെ ആയിരിക്കുകയില്ല. നമ്മളിങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പൊ എന്താണ്? ആ പെണ്ണിന്റെ ബന്ധുക്കൾ, അവളോട് അടുത്ത ആളുകൾ മുൻകൈ എടുക്കണം വേറെ വിവാഹം കഴിപ്പിക്കാൻ. അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടായേക്കാനിടയുണ്ട്. സ്ത്രീകളെ കെണിയിൽപ്പെടുത്തുന്ന, അവരെ തങ്ങളുടെ മോശമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പലരും ഇത്തരത്തിലുള്ള സ്ത്രീകളെ പെട്ടെന്ന് വലയിലാക്കാൻ സാധ്യതയുണ്ട്, തുണയില്ലാത്ത സ്ത്രീകളെ. അപ്പോ അതിനൊക്കെ കാരണം പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ ഭർത്താവ് മരിച്ചിട്ടുണ്ടാവും. അവരാദ്യം കുറെ കാലം അങ്ങനെ പറയും. അത് കേട്ട് ബന്ധുക്കൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടല്ലോ അവൾക്ക് വേറെ വേണ്ട. ഇത് വർഷങ്ങൾ കഴിയുന്നതന്നെ അതേ ചിന്തയായിരിക്കില്ല. പിന്നെ അവർക്ക് പറയാൻ മടിയായിരിക്കും. ആണുങ്ങളെ പോലെ പറയില്ലല്ലോ. സ്ത്രീകളെല്ലാവരും അങ്ങനെ പറയുകയില്ല, എന്നെ വേറെ വിവാഹം നോക്കണം, ഭർത്താവിനെ നോക്കണം എന്ന് പറയുകയില്ല. പുരുഷന്മാർ, ബന്ധപ്പെട്ട ആളുകൾ അവർക്ക് വിവാഹം നോക്കണം, അവരോട് ആലോചിക്കണം, അവരോട് ചോദിക്കണം. 1 വർഷം കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, 2 വർഷം കഴിഞ്ഞാൽ ചോദിക്കണം, പിന്നെയും ചോദിക്കണം. അങ്ങനെ ചോദിക്കൽ നമ്മുടെ ഉമ്മത്ത് എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യതയാണ്. അതവരോട് ചെയ്യുന്ന റഹ്മത്താണ്. അപ്പൊ പറഞ്ഞു വന്നത്, ഭർത്താവ് മരിച്ചാൽ സ്ത്രീയുടെ ഇദ്ദ 4 മാസവും 10 ദിവസവുമാണ്. 4 മാസവും 10 ദിവസവും. 4 മാസവും 10 ദിവസവും. എന്നാൽ ഗർഭിണികൾക്ക് അവരുടെ ഇദ്ദ പ്രസവത്തോടെ തീരും. ഇന്ന് ഭർത്താവ് മരിച്ചു, നാളെ പ്രസവിച്ചു, ഇദ്ദ കഴിഞ്ഞു. അവർക്ക് അതിനുശേഷം വേറെ വിവാഹം ആവാം. അള്ളാഹുവിന്റെ ഹിക്മത്ത് ഇതിന്റെ ഒക്കെ പിന്നിലുണ്ട്. എല്ലാ നിയമങ്ങൾക്ക് പിന്നിലും അള്ളാഹുവിന്റെ അതിമഹത്തായ ഹിക്മത്തുണ്ട്. കാരണം അല്ലാഹു അലം പല കാരണങ്ങൾ അതിലുണ്ടായേക്കാം. ഒന്ന്, കുട്ടി ജനിച്ചാൽ അവരുടെ ചിന്താഗതിയും ഇതൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവരെ സംരക്ഷിക്കാൻ, കുട്ടിയെ സംരക്ഷിക്കാനൊക്കെ ആവശ്യമുണ്ട്. ഒരു പുരുഷന്റെ തുണ ആവശ്യമുണ്ട്. അള്ളാഹുവിന്റെ നിയമങ്ങൾ ഏതിലും ഖൈറാണുള്ളത്. അള്ളാഹുവിന്റെ നിയമങ്ങളിലൊന്നിലും യാതൊരു ഷർറും ഇല്ല. വഹ്സുൽ ഇദ്ദ, നിങ്ങൾ ഇദ്ദ കണക്ക് കൂട്ടുക. ഇദ്ദ നിങ്ങൾ കണക്ക് കൂട്ടുക. വത്തഖുല്ലാഹ റബ്ബക്കും, നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ظلم نفسه لا تدري لعل الله يحدث بعد ذلك أمرا يا أيها النبي ونبي إذا طلقتم النساء, നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലുകയാണെങ്കിൽ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന, നിങ്ങൾ അവരെ തലാഖ് ചൊല്ലുക. ലിഇദ്ദതിഹിന്ന, അവരുടെ ആ സമയത്ത്. വഅഹ്സുൽ ഇദ്ദ, എന്നിട്ട് ആ സമയം നിങ്ങൾ കണക്കുകൂട്ടുകയും ചെയ്യുക. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ തലാഖിനെ കുറിച്ച് പറയുന്നു. നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലുകയാണെങ്കിൽ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന്. തലാഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ
അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു തവണ വിവാഹിതനായാൽ പിന്നെ ചില ആളുകൾ പറയുന്നത് പോലെ ദൈവം ചേർത്തത് നമ്മൾ മുറിക്കരുത്, അപ്പൊ തലാഖ് തീരെ പാടില്ല എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നത് പോലെ അല്ല ഇസ്ലാമിലുള്ളത്. മറിച്ച് അനിവാര്യമായ സാഹചര്യങ്ങളിൽ തലാഖ് വേണ്ടി വന്നാൽ, വൈവാഹിക ബന്ധം മുന്നോട്ടു പോവുകയില്ല എന്ന് വന്നാൽ അവിടെ ആ ബന്ധം നിർത്തലാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ ദീനിലുള്ള കാര്യമാണ്. അത് ഹക്കാണ്. അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്, അവന്റെ ഏറ്റവും പരിപൂർണമായ യുക്തിയുണ്ട്. അതുപോലെ പടപ്പുകളോടുള്ള റഹ്മത്തുണ്ട്. അതിൽ അള്ളാഹുവിന്റെ ഏത് നിയമങ്ങളിലും ഉള്ളതുപോലെ, അള്ളാഹുവിന്റെ ദീനിലെ ഏതേത് കാര്യത്തിലും ഉള്ളതുപോലെ. കാരണം നമുക്കെല്ലാവർക്കും നമ്മുടെ പലരുടെയും നമുക്ക് ചുറ്റുമുള്ളവരുടെയും അനുഭവങ്ങളിൽ നിന്ന് അറിയുന്ന കാര്യമാണ്, ചില സന്ദർഭങ്ങളിൽ ബന്ധം വേർപെടുത്തേണ്ടി വരും, മുന്നോട്ട് പോവുകയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കടിച്ചുപിടിച്ച് ഞെരിച്ചമർത്തി കുഴപ്പങ്ങളും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അനീതിയും അക്രമവും ഒക്കെ ആയിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതല്ല. പിരിയുകയാണെങ്കിൽ ഖൈറായ നിലക്ക് പിരിയുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനിവാര്യമായ ഘട്ടങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട്. അതിന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരുപാട് വിധികളും വിലക്കുകളും നമ്മോട് പറഞ്ഞിരിക്കുന്നു. തലാഖ് കൊണ്ട് കളിക്കാൻ പാടില്ലാത്തതാണ്. ആളുകളുടെ അഭിമാനം, അവരുടെ ആ ജനങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ, ഇതൊക്കെയും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുത്ബത്തുൽ വദാഇൽ, അവിടുത്തെ ഹജ്ജിലെ പ്രസിദ്ധമായ പ്രസംഗത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ ഇന്ന അംവാലക്കും ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ വഫി ബലദിക്കും ഹാദാ വഫി ശഹരിക്കും ഹാദാ അലാ ഹൽ ബല്ലഗ്തു അല്ലാഹുമ്മ അശ്ഹദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും അത് ഹറാമാകുന്നു, പവിത്രമാകുന്നു, തൊട്ടുകളിക്കാൻ പാടില്ലാത്തതാകുന്നു. കഹുർമതി യൗമിക്കും ഹാദാ വബലദിക്കും ഹാദാ ശഹരിക്കും ഹാദാ, ഈ നാടുപോലെ, മക്ക എന്ന നാടിനുള്ള പവിത്രത പോലെ, അതുപോലെ ഈ മാസത്തിനുള്ള ദുൽഹിജ്ജ മാസത്തിനുള്ള പവിത്രത പോലെ, ഈ മാസത്തിനുള്ള, ഈ നാട്ടിനുള്ള ഫി ശഹരിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ, പിന്നെന്താണ് ഈ ദിവസത്തിനുള്ള പവിത്രത പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അത് ഈ മുസ്ലിമിന്റെ അഭിമാനം, ജനങ്ങളുടെ അഭിമാനം, അത് പവിത്രമാക്കപ്പെട്ടതാണ്. അത് ചിന്താനത് തൊട്ടുകളിക്കാൻ പാടില്ലാത്തതാണ്. ഒരുപാട് ആളുകൾ രക്തവും സമ്പത്തുമൊക്കെ ചിന്തുന്നത്, അതിന് പ്രഹരമേൽപ്പിക്കുന്നത് സൂക്ഷിക്കും. ആളുകളുടെ രക്തം ചിന്തുകയില്ല, സമ്പത്ത് തൊട്ട് കളിക്കുകയില്ല. എന്നാൽ പലരും ശ്രദ്ധിക്കാത്തതാണ് ജനങ്ങളുടെ അയറും അവരുടെ അഭിമാനം. അതും അങ്ങനെ തന്നെയാണ്. അതിനും ഹുർമത്തുണ്ട്. അത് പിച്ചി ചീന്തുവാൻ ഒരിക്കലും പാടില്ലാത്തതാണ്. തലാഖ് എന്നതുപോലെ അള്ളാഹുവിനെ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്, ഏതേത് കാര്യങ്ങളിലും എന്നതുപോലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫതല്ലിഖൂഹുന്ന ഇദാ തല്ലഖ്തുമുൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലുകയാണെങ്കിൽ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന, അവരുടെ ഇദ്ദക്ക് മാത്രം നിങ്ങൾ ചൊല്ലുക. എന്താണ് ഇവിടെ ആദ്യം പറഞ്ഞ ഇദ്ദ? നമ്മൾ മുമ്പ് കഴിഞ്ഞ ദർസിൽ പറഞ്ഞു, അതൊന്നുകൂടി ചുരുക്കി ഓർമ്മപ്പെടുത്തുകയാണ്. ഇദ്ദ എന്നാൽ സ്ത്രീയെ തലാഖ് ചൊല്ലാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അവൾ തുഹറിലായിരിക്കെ മാത്രമാണ്, ശുദ്ധിയിലായിരിക്കെ മാത്രമാണ്. ആർത്തവം വന്നിട്ടുള്ള സ്ത്രീയാണോ, പ്രായപൂർത്തിയെത്തിയ സ്ത്രീയാണോ, അതുപോലെ ആർത്തവം നിലച്ചിട്ടില്ലാത്ത പെണ്ണാണോ, അവളെ തലാഖ് ചെല്ലുകയാണെങ്കിൽ അവളെ തലാഖ് ചെല്ലാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് തുഹറിലായിരിക്കെ മാത്രമാണ്, ആർത്തവമുള്ള സമയത്തല്ല, ശുദ്ധിയിലായിരിക്കെ മാത്രം. അതുപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പായിരിക്കണം. അഥവാ ഹൈദ് കഴിഞ്ഞ്
ആർത്തവം കഴിഞ്ഞ് ശുദ്ധികാലം, അതുപോലെ ആ സമയത്ത് ആ ശുദ്ധികാലത്ത് അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കാനും പാടില്ല. അങ്ങനെയുള്ള സമയത്ത് മാത്രമേ തലാഖ് പാടുള്ളൂ. ഹൈദിലായിരിക്കെ തലാഖ് പാടില്ല, ആർത്തവകാരിയായിരിക്കെ പാടില്ല. അതുപോലെ തുഹറിലായിരിക്കെ തന്നെയും ആർത്തവകാരി അല്ലെങ്കിലും ശാരീരിക ബന്ധത്തിൽ ആ ശുദ്ധികാലത്ത് ഏർപ്പെട്ടിട്ടുണ്ടോ എങ്കിലും തലാഖ് പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ തലാഖ് ഒരാൾ ചൊല്ലിയാൽ അത് നടക്കുമോ ഇല്ലേ, ആ തലാഖ് ബാത്തിലാണോ അല്ലേ? ബാത്തിലാണ്, ആ തലാഖ് ശരിയാവുകയില്ല എന്നതാണ് അതിൽ കൂടുതൽ ശരിയായ അഭിപ്രായം. ഒരു കാര്യം പാടില്ല എന്ന് പറയുന്നതും കാര്യം ബാത്തിലാവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ദർസിൽ പറഞ്ഞതാണ്. അത് കൂടുതൽ വിശദീകരണം ആവശ്യമുള്ളവർ അത് കേൾക്കുക. അപ്പൊ ഇതിങ്ങനെ മാത്രമേ പാടുള്ളൂ. എന്നാൽ ഇതല്ലാത്ത സ്ത്രീകൾ, ഉദാഹരണത്തിന് ഗർഭിണി, അങ്ങനെയുള്ള സ്ത്രീകളെ ഒരാൾക്ക് തലാഖ് ചൊല്ലാൻ അനിവാര്യമായാൽ തലാഖ് ചൊല്ലാവുന്നതാണ്, തലാഖ് സഹീഹാകും. അതുപോലെ തന്നെ ആർത്തവം വന്നു തുടങ്ങിയിട്ടില്ലാത്ത പെൺകുട്ടികൾ, ആർത്തവം നിലച്ചിട്ടുള്ള വൃദ്ധയായ സ്ത്രീകൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം ബാധകമല്ല. അഥവാ ആർത്തവകാരി അല്ലാതിരിക്കുക, ശുദ്ധിയിലായിരിക്കുക എന്ന അവസ്ഥ അവർക്ക് ഉണ്ടാവുകയില്ലല്ലോ. എല്ലാ സമയത്തും അവർക്ക് ആർത്തവമില്ലാത്ത അവസ്ഥയായിരിക്കും. അപ്പൊ അവർക്ക് ഇത് ഈ പറഞ്ഞ നിയമം, അഥവാ ശുദ്ധിയിലായിരിക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പേ തലാഖ് പാടുള്ളൂ എന്ന നിയമം അവർക്ക് ബാധകമല്ല. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ ചുരുക്കം. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു, തലാഖ് എന്നാൽ അത് തലാഖു മർറത്താൻ. അള്ളാഹു പറഞ്ഞു തലാഖ് എന്നത് 2 തവണയാണ്. എന്താണ് 2 തവണയുള്ള തലാഖ്? മൂന്നാമത്തെ തലാഖ് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ആദ്യത്തെ 2 തലാഖ്, ആ തലാഖ് ചൊല്ലിയാൽ ഭർത്താവിന് ഈ ഭാര്യയെ തിരിച്ചെടുക്കാൻ അവസരമുണ്ട്. 3 ആർത്തവകാലം, 3 ആർത്തവം വരുന്നത് വരേക്കും ഈ സ്ത്രീ തലാഖ് ചൊല്ലിയ ഭർത്താവിന്റെ കീഴിൽ, അയാളുടെ വീട്ടിൽ, അയാളുടെ ചെലവിൽ തന്നെ ആയിരിക്കും. ഈ സമയത്ത് ആ ഭർത്താവ് ഉദ്ദേശിക്കുകയാണെങ്കിൽ പുതിയ നിക്കാഹോ പുതിയ മഹറോ ഒന്നുമില്ലാതെ, അവളുടെ സമ്മതമില്ലാതെ ഇയാൾക്ക് അവളെ തിരിച്ചെടുക്കാം. എന്നാൽ 3 ശുദ്ധികാലം കഴിഞ്ഞുപോയാൽ പിന്നീട് അയാൾക്ക് അവളെ തിരിച്ചെടുക്കാൻ സാധ്യമല്ല. വിവാഹം ചെയ്യണം, പുതിയ നിക്കാഹ് ചെയ്യണം, അവളുടെ സമ്മതം വേണം, വലിയ വേണം, മഹർ വേണം, ഒക്കെ വേണം. എന്നാൽ ഇത് 1 or 2 തലാഖിന് ശേഷം മാത്രമുള്ള നിയമമാണ്. 3ാമത് തലാഖ് ചൊല്ലിയോ, 3ാമത്തെ തലാഖ് സംഭവിച്ചോ എങ്കിൽ ഈ പെണ്ണിനെ ഇയാൾക്ക് ഇദ്ദക്കിടയിൽ തിരിച്ചെടുക്കാനും സാധ്യമല്ല. ഇദ്ദ കഴിഞ്ഞാൽ നിക്കാഹ് ചെയ്യാനും സാധ്യമല്ല. മറിച്ച് അതിനു മുമ്പ് ഈ പെണ്ണിനെ മറ്റൊരാൾ വിവാഹം ചെയ്തിരിക്കണം. സ്വാഭാവികമായ വിവാഹം ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വേണ്ടി, ഇയാൾക്ക് ഹലാലാക്കി കൊടുക്കാൻ വേണ്ടി ഒരാൾ വാടക ഭർത്താവായി നിൽക്കലല്ല. മറിച്ച് സ്വാഭാവികമായി അവളുടെ വിവാഹം നടക്കണം. അയാളും അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കണം. അയാളും അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കണം. എന്നിട്ട് സ്വാഭാവികമായി തലാഖ് നടക്കണം. എങ്കിൽ മാത്രമേ പിന്നീട് പഴയ ഭർത്താവിന് വിവാഹം ചെയ്യാൻ പാടുള്ളൂ. അത് ആദ്യത്തെ വിവാഹത്തിന് എന്തൊക്കെ നിബന്ധനകളുണ്ടോ എന്നതുപോലെ അതൊക്കെ വീണ്ടും ബാധകമാകും. അവളുടെ സമ്മതം വേണം, മഹർ വേണം, വലിയ വേണം, എല്ലാം വേണം. ഈ 3 തലാഖുകൾ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ പറഞ്ഞിരുന്നു, ഇത് 3ഉം ഒരാൾ ഒരുമിച്ച് ചൊല്ലിയാൽ 3ഉം സംഭവിക്കുമോ അതല്ല ഒന്നാണോ സംഭവിക്കുക? അതിൽ സഹിഹായ, വല്ലാഹു അലം, കൂടുതൽ ശരിയായ അഭിപ്രായം 3 ചൊല്ലിയാലും എത്ര ചൊല്ലിയാലും 1 തലാഖ് മാത്രമേ നടക്കുകയുള്ളൂ എന്നതാണ്. 3 സന്ദർഭത്തിലായിരിക്കണം, എങ്കിൽ 3 തലാഖും സംഭവിക്കും. ഒരാൾ ഇങ്ങനെ 3 തലാഖ് കഴിഞ്ഞതിന് ശേഷം പഴയ ഭർത്താവിന് ഹലാലാക്കി കൊടുക്കാൻ വേണ്ടി വാടകയ്ക്ക് ആള് നിൽക്കുക എന്ന വളരെ മോശമായ, വൃത്തികെട്ട, ഇസ്ലാമിന്റെ നല്ല പേര് മോശമാക്കുന്ന, ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരിച്ചേക്കുന്ന ഒരു പ്രവർത്തനം കാലങ്ങളായി ഈ ഉമ്മത്തിൽ പലരും ചെയ്തു വരുന്നുണ്ട്. ഇന്നും നമ്മുടെ നാട്ടിൽ മുസ്ലിയാക്കന്മാർ അതിന്റെ ആളുകളാണ്. ഈ ഉമ്മത്തിനെ നശിപ്പിക്കുന്ന ശിർക്കും കുഫ്റുമൊക്കെ ഉള്ളതിന് പുറമെ ഇതിന്റെയും ആളുകളാണ് അവർ. അവർ പറയും നമ്മുടെ ആളുണ്ട് എന്ന് പറയും. ഇങ്ങനത്തെ പ്രശ്നം കൊണ്ട് ആളുകൾ ചെന്നാൽ നിങ്ങൾ പേടിക്കണ്ട, നമ്മുടെ അടുത്ത് ആളുണ്ട് എന്ന് പറയും. ഇത്ര വൃത്തികെട്ട പ്രവർത്തനമാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഞാൻ അവന്
സിനയുടെ വ്യഭിചാരത്തിന്റെ ഹദ് നടപ്പാക്കും, എറിഞ്ഞുകൊല്ലും എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും പാടില്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു ഹലാലാക്കി കൊടുക്കുന്നവനെയും, ആർക്ക് വേണ്ടിയാണ് ഹലാലാക്കപ്പെടുന്നത് അവനെയും, പഴയ ഭർത്താവിനെയും ഇടക്ക് നിന്ന് കൊടുക്കുന്നവനെയും അവനെയും എല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ മേൽ ശാപം ചൊരിഞ്ഞിരിക്കുന്നു. ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനമാണ്. അതുപോലെ ഇസ്ലാമിലെ യാതൊരു ഹുർമത്തും അഭിമാനവും അതുപോലെ സാമൂഹ്യ ബന്ധങ്ങളും വിവാഹത്തിന്റെ പവിത്രതയും ഒന്നും പാലിക്കാത്ത വളരെ വൃത്തികെട്ട ഒരേർപ്പാടാണത്. ഒരിക്കലും ഒരാളും തന്നെ അങ്ങനെയുള്ളതിൽ ചെന്നു ചാടാൻ പാടില്ലാത്തതാകുന്നു. നഊദു ബില്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇതാണ് തലാഖ്. വളരെ ചുരുക്കി പറഞ്ഞാൽ, തലാഖ് ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയാണ് അതിന്റെ നിയമങ്ങൾ. അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾ എല്ലാം ഖൈറാണ്. വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല, നിന്റെ റബ്ബിന്റെ കലിമത്ത് പൂർത്തിയായിരിക്കുന്നു. സിദ്ഖൻ വഅദ്ല, സത്യസന്ധത കൊണ്ടും നീതി കൊണ്ടും എന്ന് പറഞ്ഞാൽ സിദ്ഖൻ ഫിൽ അഖ്ബാർ വഅദ്ലൻ ഫിൽ അഹ്കാം. അള്ളാഹു പറഞ്ഞു തന്ന കാര്യങ്ങൾ മുഴുവൻ സത്യമാണ്. അത് കഴിഞ്ഞുപോയ കാര്യങ്ങളാകട്ടെ വരാൻ പോകുന്ന കാര്യങ്ങളാകട്ടെ. അതുപോലെ അദ്ല, നീതിപൂർവകമാണ്. ഫിൽ അഹ്കാം, അള്ളാഹുവിന്റെ നിയമങ്ങൾ മുഴുവൻ നീതിയാണ്, ഖൈറാണ്. ഒരനീതിയും അതിലില്ല, ഒരാളോടും അക്രമമില്ല. മറിച്ച് എല്ലാവർക്കും നീതിയും ഖൈറും മാത്രമാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചാൽ ഉണ്ടാവുക. താൽക്കാലികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് ശൈത്താൻ നമുക്ക് തോന്നിച്ചേക്കും. നോക്കിതാ, നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്ത് ഏത് സൂറത്തിലാണുള്ളത്? ഇതാ ഈ സൂറത്തിലാണുള്ളത്. തലാഖിന്റെ നിയമങ്ങൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വിവാഹ ബന്ധങ്ങൾ, തലാഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ, ഖൽബിനെ പിടിച്ചുലക്കുന്ന കാര്യങ്ങളായിരിക്കും പലപ്പോഴും വൈവാഹികമായ ബന്ധങ്ങളിൽ വന്നു ചേരുന്ന കാര്യങ്ങൾ, അതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മേവരെയും എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അൽഅഫ്വ വൽ ആഫിയ. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹ് ഇങ്ങനെ നമ്മുടെ ഖൽബിനെ പിടിച്ചുലക്കുന്ന കാര്യങ്ങളായിരിക്കും പലപ്പോഴും ഉണ്ടാകുന്നത്. അതിലെല്ലാം റബ്ബിനെ സൂക്ഷിക്കുക, റബ്ബിന്റെ നിയമങ്ങൾ പാലിക്കുക എന്നത് ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ നമുക്ക് പ്രയാസമായി തോന്നിയേക്കും. ആളുകൾ കുറുക്കു വിദ്യകൾ, ദീൻ മറികടക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന താല്പര്യങ്ങൾക്കൊത്ത് ദീനിന്റെ മസാലകൾ വളച്ചൊടിക്കുന്ന ആളുകൾ ഉണ്ടായേക്കും. അതിലൊന്നും പോകാതെ വ്യക്തമായ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ കടുപ്പിക്കാതെയും അയച്ചുവിടാതെയും നമ്മൾ വസത്തിലാണ്, നമ്മൾ മധ്യമ മാർഗത്തിലാണ്. നമ്മളൊരിക്കലും ശിദ്ദത്തിന്റെ ഗുലുവിന്റെ അതിരുവിട്ട പ്രവർത്തനങ്ങളുടെ ആളുകളല്ല. എന്നാൽ ദീൻ തസാഹുലാക്കി ദീന് എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അയച്ചുവിടുന്ന ആളുകളുമല്ല. മറിച്ച് അൽ വസത്തിലാണ്, മധ്യമ നിലപാടിലാണ് നമ്മളുള്ളത്. അവിടെയാണ് ഖൈറുള്ളത്. അതിൽ നമ്മൾ എത്തണമെങ്കിൽ എന്തുവാണ്? അള്ളാഹുവിന്റെ ദീൻ നന്നായി പഠിക്കണം. അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഗുലുബിലായി പോകും, അല്ലെങ്കിൽ ജഫായിലായി പോകും, ഒന്നുകിൽ അതിരുവിട്ടു പോകും. അള്ളാഹു പഠിപ്പിക്കാത്ത, അള്ളാഹു കൽപ്പിക്കാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോയി നമ്മളാകെ മനസ്സുമെടുത്ത് ദീനിൽ നിന്ന് തന്നെ പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീന് പറ്റ ഒഴിവാക്കി ഫുസ്സാക്കുകളുടെ വൃത്തികെട്ട ആളുകളുടെ കൂടെ നമ്മളായി പോകും. മറിച്ച് മധ്യമ നിലപാട്, ഹക്കായ നിലപാട് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കല്ലാതെ മാർഗമില്ല. ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ്, അദ്ദേഹം മഹാനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ളാഹിരി മദ്ഹബിന്റെ ആളാണ്. അങ്ങനെ ഒരു പിഴവ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഇൽം അഹ്ലുസുന്ന അംഗീകരിക്കുന്ന, ഒരുപാട് മുസ്ലിം ഉമ്മത്തിന് പ്രയോജനപ്പെട്ട മഹാനായ ആലിമാണ് ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ്. അദ്ദേഹം ദീൻ പഠിക്കാൻ ആരംഭിച്ചതിനെ കുറിച്ച് ഒരു കഥ പറയാറുണ്ട്, ഒരു ചെറിയ സംഭവം. അദ്ദേഹം ഒരിക്കൽ ദീൻ പഠിക്കുന്നതിന് മുമ്പ് മസ്ജിദിലേക്ക് വന്നപ്പോ അദ്ദേഹം വന്ന സമയത്ത് നിസ്കരിക്കാതെ, തഹിയ്യത്ത് നിസ്കരിക്കാതെ അവിടെ ഇരുന്നു. അപ്പൊ ആ സമയത്ത് നിസ്കാരത്തിന് വിലക്കൊന്നില്ലാത്ത സമയമാണ്. തഹിയ്യത്ത് നിസ്കരിക്കാതെ അദ്ദേഹം ഇരുന്നോട്. അപ്പോ മസ്ജിദിലുള്ളവർ പറഞ്ഞു, എണീറ്റ് നിസ്കരിക്കും, തഹിയ്യത്ത് നിസ്കരിക്കും. അപ്പൊ അദ്ദേഹം എണീറ്റ് 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നെ ഒരിക്കൽ അദ്ദേഹം മസ്ജിദിലേക്ക് വന്നു. അപ്പോ അസുറിന് ശേഷമായിരുന്നു വന്നത്, നിസ്കാരം പാടില്ലാത്ത സമയം.
ആ സമയത്ത് അദ്ദേഹം നേരത്തെ ആള് പറഞ്ഞതുപോലെ നിസ്കരിക്കാൻ തുടങ്ങി. അപ്പൊ കുറച്ച് ആളുകൾ പറഞ്ഞു ഇപ്പൊ നിസ്കരിക്കാൻ പാടില്ല, അവിടെ ഇരിക്കും. അദ്ദേഹം നിസ്കരിച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞു ഇപ്പൊ എന്തിനാണ് നിസ്കരിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു സുബ്ഹാനല്ലാഹ്, ഞാൻ നിസ്കരിച്ച ആളുകൾ പറയുന്നു നിസ്കരിക്കാതിരുന്ന ആളുകൾ പറയുന്നു നിസ്കരിക്കാൻ, നിസ്കരിച്ചു കഴിഞ്ഞ ആളുകൾ പറയുന്നു നിസ്കരിക്കണ്ട, ദീൻ പഠിക്കല്ലാതെ മാർഗമില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് അദ്ദേഹം അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ആരംഭിച്ചത്. വളരെ ഉന്നതമായ സ്ഥാനം ഇൽമിൽ അദ്ദേഹം കരസ്ഥമാക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഒരു കാരണമുണ്ടെങ്കിൽ തഹിയ്യത്ത് പോലെയുള്ളത് ആ സമയത്ത് നിസ്കരിക്കാം എന്നതാണ് സഹീഹ്, ശരിയായ അഭിപ്രായം. കാരണമൊന്നുമില്ലാത്ത മുത്ലഖായ നിസ്കാരം മാത്രമാണ് ആ സമയത്ത് വിലക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു അലം. അപ്പൊ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ദീൻ പഠിക്കലല്ലാതെ നമുക്ക് ഹക്കിലെത്താൻ മാർഗമില്ല. അല്ലെങ്കിൽ ശൈത്താൻ നമ്മെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും, ബാത്തിലിന്റെ ആളുകൾ നമ്മെ പിടിച്ചു വലിക്കും, അല്ലെങ്കിൽ പല താല്പര്യങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. നമ്മെ അങ്ങോട്ട് വളക്കാൻ താല്പര്യമുള്ള ആളുകൾ, അവന് ദുനിയാവിന്റെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും, അവന്റെ പാർട്ടിയിൽ ആളെ കൂട്ടണമായിരിക്കും. ഇങ്ങനെ വ്യക്തി താല്പര്യങ്ങളുള്ള, അത് പക്ഷപാതിത്വങ്ങളുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് നമ്മൾ പോകും. അള്ളാഹുവിന്റെ ദീൻ യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ചില്ലേ, അവനവന് വേണ്ടിയാണ് ആദ്യം നമ്മൾ പഠിക്കാൻ തുടങ്ങേണ്ടത്. ആളുകളോട് തർക്കിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുഖം തന്നിലേക്ക് തിരിക്കാനോ ഒന്നുമല്ല. ആദ്യം തന്നിൽ നിന്ന് ജഹല് നീക്കുക, അറിവില്ലായ്മ എന്ന ഇരുട്ട് നീക്കുക, അള്ളാഹുവിന്റെ നൂറിൽ അവന്റെ വെളിച്ചത്തിൽ നമ്മളായിരിക്കുക, അള്ളാഹു നൽകുന്ന ഹിദായത്തിന്റെ വെളിച്ചത്തിൽ നമ്മളായിരിക്കുക. മുന്നോട്ട് നീങ്ങുമ്പോൾ, ഒരു കാലം മുന്നോട്ട് എടുത്തു വെക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹക്കിലാണ് ഞാനുള്ളത് എന്ന ബോധത്തിൽ മുന്നോട്ട് പോകാനാണ് ഇൽമ്. അതാണ് ആദ്യം. അങ്ങനെ പഠിച്ചതിനാണ് ബറക്കത്ത് ഉണ്ടാവുക. വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിന് പഠിച്ചാൽ ഒരു ബറക്കത്ത് ഉണ്ടാവുകയില്ല. ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടാറുണ്ട്, അദ്ദേഹത്തിന്റെ ശർഹ് മുസ്ലിം, ഇമാം മുസ്ലിമിന്റെ സഹീഹിന് ഏറ്റവും പ്രസിദ്ധമായ ശർഹേതാണ്. സാധാരണക്കാരായ ആളുകൾ വരെ പറയും ഇമാം നവവിയുടെ ശർഹാണ്. ആളുകൾക്ക് ഇടയിൽ അത്രയും അത് പ്രസിദ്ധമാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം അത് എഴുതിയത് അദ്ദേഹത്തിന് വേണ്ടിയാണെന്നാണ്. മുസ്ലിമിന് വിശദീകരണം എഴുതിയത് അദ്ദേഹത്തിന് എഴുതിയതാണത്രേ. അവനവന് പഠിക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നൽകിയ ബറക്കത്ത് നോക്കൂ. എന്നതുപോലെ അള്ളാഹു ആ വിജ്ഞാനത്തിന് പ്രശസ്തിയും അതുപോലെ ഉയർച്ചയുമെല്ലാം നൽകും ഇഖ്ലാസോടെയുള്ള പഠിത്തത്തിന്. ഇപ്പോ ചില ആളുകൾ പറയാറുണ്ട്, ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, സൗദി അറേബ്യയിൽ ഒരാൾ കുറച്ചു കാലം മുമ്പ് അദ്ദേഹം ഇൽമു പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല ധാരെടുത്താണ് പോകേണ്ടത്. അപ്പൊ ഇങ്ങനെ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് ദീൻ പഠിക്കണം എന്നിങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന പ്രായമുള്ള അജൂസായ, വളരെ പ്രായമുള്ള ഒരു വൃദ്ധയായ സ്ത്രീ പറഞ്ഞത്രേ, ഇൽമു പഠിക്കാനാണോ? ഇൽമു പഠിക്കാനാണെങ്കിൽ ആളുകൾ പോകാറുള്ളത്, നമ്മൾ പണ്ടേ കേൾക്കാറുള്ളത്, ഒന്നിക്കൽ അവർ റിയാദിൽ പോകും, അവിടെ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ അടുത്താണ്, അല്ലെങ്കിൽ അവർ ഉനൈസയിലേക്ക് പോകും, അവിടെ ഒരു ഇബ്നു ഉസൈമീൻ ഉണ്ട്. ഒരു പ്രായം ചെന്നൊന്നും അറിയാത്തൊരു സാധാരണക്കാരിയായ സ്ത്രീ പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ ഇൽമിന് കൊടുക്കുന്ന ബറക്കത്താണത്. അവർക്ക് വലിയ അറിവുണ്ടായിട്ടല്ല, പക്ഷെ ആളുകൾ, നല്ല ആളുകൾക്ക് അവരുടെ ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചില ആളുകൾക്ക് അവരുടെ ഇൽമിന് അല്ലാഹു ബറക്കത്ത് നൽകും. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്തിനാണ് ഉണ്ടാകുന്നത്? ഇഖ്ലാസിനാണ് ഉണ്ടാകുന്നത്. നമ്മളാദ്യം പഠിക്കേണ്ടത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ സന്മാർഗത്തിലെത്താൻ, നമ്മൾ ഹുദയിലെത്താൻ, സ്വർഗത്തിലേക്കുള്ള മാർഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാം. അപ്പൊ വസത്തിൽ, മധ്യമ മാർഗത്തിൽ നമ്മൾ എത്തണോ? അള്ളാഹുവിന്റെ ദീൻ നമ്മൾ പഠിക്കണം. ഇതാ തലാഖിന്റെ വിഷയമാകട്ടെ, ഏത് വിഷയമാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ ഏതാണ്? അവിടുത്തെ സഹാബത്ത് റളിയല്ലാഹു അൻഹും, ഈ ഉമ്മത്തിലെ മുൻഗാമികൾ, സലഫു സാലിഹ്, നല്ലവരായ മുൻഗാമികൾ, അവരെങ്ങനെയാണ് ഈ ദീൻ മനസ്സിലാക്കിയത്? അതുപോലെ നമ്മൾ മനസ്സിലാക്കിയാലല്ലാതെ നമുക്ക് സ്വർഗത്തിലെത്താൻ സാധ്യമല്ല. അതിൽ നമ്മൾ കരുതിക്കൂട്ടി വീഴ്ച വരുത്തിയാൽ അള്ളാഹുവിൽ നമുക്ക് മറുപടിയില്ല. കരുതിക്കൂട്ടി വീഴ്ച വരുത്താൻ, പഠിക്കാതെ, ശ്രമിക്കാതെ, എന്നാൽ ദുനിയാവിൽ നല്ല സാമർഥ്യമുണ്ട്, ദുനിയാവിൽ വേണ്ടുന്നൊക്കെ ഉഷാറായി പഠിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ളവർക്ക്, വീഴ്ച വരുത്തിയവർക്ക് ഒരിക്കലും ഇൽമു എത്താത്ത, അതിന് സാധിക്കാത്ത ആളുകളുടെ വിട്ടുവീഴ്ചയില്ല. ചില നാടുകളുണ്ടാവും, അവർക്ക് പഠിക്കാൻ യാതൊരു സാഹചര്യമില്ല, അവർ ശ്രമിച്ചാലും നടക്കുകയില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അള്ളാഹു ഇളവ് നൽകിയേക്കും. അവരൊരു ഹറാമാണെന്ന് അറിയാതെ ചെയ്തു, ഒരിക്കലും ഹറാമാണെന്ന് അറിഞ്ഞാൽ അവർ ചെയ്യുകയില്ല, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. കാരണം എന്താ? അവർക്ക്
പഠിക്കാനുള്ള മാർഗമില്ലായിരുന്നു, ശ്രമിച്ചാലും നടക്കില്ലായിരുന്നു. എന്നാൽ ശ്രമിച്ചാൽ നമുക്ക് ലഭിക്കുമെന്നാണെങ്കിൽ, നമ്മളാണ് വീഴ്ച വരുത്തിയതെങ്കിൽ ദുനിയാവിന്റെ പിന്നാലെ മാത്രം ചെന്ന് ദുനിയാവിന്റെ പിന്നാലെ ചെല്ലാൻ പാടില്ല എന്നല്ല, അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അനുവദിച്ചിട്ടുള്ളതാണ് നമുക്ക് വേണ്ടുന്നത് സമ്പാദിക്കാൻ. എന്നാൽ അതിന്റെ പിന്നിൽ മാത്രം ചെന്ന് ദീനിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ സുബ്ഹാനല്ലാഹ്, അത് വലിയ വിഡ്ഢിത്തമാണ്, വിവരക്കേടാണ്. ഇവിടെ സമ്പാദിച്ചതൊക്കെ തീർന്നു പോകും, നമ്മൾ മരിച്ചു പോകും. ഇതുപേക്ഷിച്ച് നമ്മൾ പോകുന്നവരാണ്. ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയില്ല നമ്മുടെ ആമലല്ലാതെ. അത് നേരെ അല്ലാതായി പോയാലോ, നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസം അത് മോശമായി പോയാലോ, നഊദു ബില്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ നന്നായി നമ്മൾ പഠിക്കുക. വഫഖനില്ലാഹു വഇയ്യാകും. വഅഹ്സുൽ ഇദ്ദ, അല്ലാഹു പറഞ്ഞു വഅഹ്സുൽ ഇദ്ദ, ഇദ്ദ നിങ്ങൾ കണക്ക് കൂട്ടുകയും ചെയ്യുക. എന്താണ് ഇദ്ദ കണക്ക് കൂട്ടുക എന്നാൽ? അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇഹ്ഫദൂഹാ, നിങ്ങളത് സൂക്ഷിക്കുക. എപ്പോഴാണ് തലാഖ് ചൊല്ലിയത് അത് മുതൽ എണ്ണുക. വഅരിഫു ഇബ്തിദാഅഹാ വഇൻതിഹാഅഹാ, അതിന്റെ തുടക്കവും ഒടുക്കവും നിങ്ങൾ അറിയുക. ലിഅല്ലാ തതൂലൽ ഇദ്ദതു അലൽ മർഅ, എന്തിനാണ് ആ പെണ്ണിന്റെ ഇദ്ദ അള്ളാഹു നിശ്ചയിച്ചതിനേക്കാളും കുറെ ഇദ്ദ ആചരിക്കേണ്ടി വരാതിരിക്കാൻ. തലാഖ് ചൊല്ലി 3 ഹൈദ് വരേക്കാണ് അവളുടെ ഇദ്ദ. അതുവരെ ഇയാളെ കാത്തിട്ടുണ്ടുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ള വിവാഹാലോചനകൾക്ക് അവൾക്ക് ഒരുങ്ങാവുന്നതാണ്. ഫതംതനിഅ മിനൽ അസ്വാജ്, അല്ലാതെ സുദീർഘമായി നീണ്ടുപോയാൽ അവൾക്ക് വൈവാഹിക ജീവിതം നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. അതില്ലാതിരിക്കാൻ വഅഹ്സുൽ ഇദ്ദ, ഇദ്ദ നിങ്ങൾ കണക്ക് കൂട്ടുക. വത്തഖുല്ലാഹ റബ്ബക്കും, വത്തഖുല്ലാഹ റബ്ബക്കും, വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. റബ്ബക്കും, നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിനെ, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള, നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങളെ ജീവിപ്പിക്കുന്ന മരിപ്പിക്കുന്ന റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. വത്തഖുല്ലാഹ റബ്ബക്കും, ഈ കാര്യത്തിൽ സൂക്ഷിക്കുക, എല്ലാ കാര്യത്തിലും സൂക്ഷിക്കുക. ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന, ലാ തുഖ്രിജൂഹുന്ന, നിങ്ങൾ ആ സ്ത്രീകളെ പുറത്താക്കരുത്, തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകളെ പുറത്താക്കരുത്. മിൻ ബുയൂതിഹിന്ന, അവരുടെ വീടുകളിൽ നിന്ന്. വലാ യഖ്റുജ്ന, അവർ പുറത്തേക്ക് പോകാനും പാടില്ല. ഇല്ലാ അൻ യഅതീന, അവർ കൊണ്ടുവന്നാലല്ലാതെ. ബിഫാഹിശത്തിൻ മുബയ്യിന, വ്യക്തമായ ഫാഹിഷ, മ്ലേച്ഛ പ്രവൃത്തി അവരിൽ നിന്നുണ്ടായാലല്ലാതെ നിങ്ങൾ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കരുത്, അവർ പോകുകയും അരുത്. വതിൽക ഹുദൂദുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ അതിർവരമ്പുകളാകുന്നു. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, ആര് അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ വിട്ടുകടന്നുവോ, ചാടിക്കടന്നുവോ, ഫഖദ് ളലമ നഫ്സഹ, അവൻ സ്വന്തത്തോട് ദുൽമു ചെയ്തിരിക്കുന്നു, അതിക്രമം ചെയ്തിരിക്കുന്നു. ലാ തദ്രി, നിനക്കറിയില്ല. ലഅല്ലല്ലാഹ, അല്ലാഹു ആക്കിയേക്കാം. യുഹ്ദിസു, അല്ലാഹു മുമ്പ് ഇല്ലാത്ത ഒന്ന് പുതുതായി ഉണ്ടാക്കിയേക്കാം. ബഅദ ദാലിക, അതിനുശേഷം. അംറാ, വല്ല കാര്യവും, മുമ്പില്ലാത്ത വല്ല കാര്യവും അല്ലാഹു പുതുതായി ഉണ്ടാക്കിയേക്കാം. എന്താണത്? തലാഖിന് ശേഷം ഇദ്ദ കഴിയുന്നത് വരെ ഈ പെണ്ണ് ഭർത്താവിന്റെ കൂടെ തന്നെയാണ് കഴിയേണ്ടത്. അവളെ പുറത്താക്കാനോ അവൾ സ്വയം പോകാനോ പാടില്ല. എന്തുകൊണ്ടാണ്? അള്ളാഹു മുമ്പില്ലാത്ത വല്ല കാര്യവും പുതുതായി ഉണ്ടാക്കിയേക്കാം. എന്താണത്? റജഅ, തിരിച്ചെടുക്കൽ. അഥവാ ഈ ഇദ്ദക്കിടയിൽ 3 ശുദ്ധികാലം കഴിയുന്ന, 3 ആർത്തവം കഴിയുന്നതിനിടയിൽ ഈ ഭർത്താവിന് അവളുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്, അവളെ കാണുന്നു, ഒക്കെ ചെയ്യുന്നു. എന്നാൽ അവരൊന്നിച്ച് കഴിയുന്നില്ല, വേറെയാണ്, വേറെ വീട്ടിലാണെന്നാൽ വേറെയാണ്. ആ സമയത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇയാളുടെ മനസ്സിൽ മുമ്പില്ലാത്ത ഒന്ന് തോന്നിപ്പിച്ചേക്കാം, വല്ലതും പുതുതായി ഉണ്ടാക്കിയേക്കാം. അതെന്താണ്? റജ, തിരിച്ചെടുക്കാൻ അയാൾക്ക് തോന്നിയാൽ ആ സമയത്ത് അത് എളുപ്പമാണ്, തിരിച്ചെടുക്കാൻ എളുപ്പമാണ്. തിരിച്ചെടുക്കാൻ പുതിയ നിക്കാഹിന്റെ ആവശ്യമില്ല, പെണ്ണിന്റെ സമ്മതത്തിന്റെ ആവശ്യമില്ല, പുതിയ മഹറിന്റെ ആവശ്യമില്ല. മറിച്ച് അയാൾ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ എടുക്കപ്പെട്ടു. ഇത് അള്ളാഹു ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പറഞ്ഞു, ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന, അവരുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കരുത്. വലാ യഖ്റുജ്ന, അവർ പുറത്തു പോകുകയും അരുത്. ഏത് സമയത്താണിത്? ഫി മുദ്ദത്തിൽ ഇദ്ദതി ലഹാ, ഫി ഇദ്ദത്തിൽ മുദ്ദ, ഫി മുദ്ദത്തിൽ ഇദ്ദ, ഇദ്ദയുടെ സമയത്ത്. ഇദ്ദ എന്നാൽ തലാഖ് ചൊല്ലിയതിനു ശേഷം 3 ആർത്തവകാലം, സലാസത്ത് ഖുറൂ എന്നാണ് അല്ലാഹു ഖുർആനിൽ
സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുള്ളത്. ലഹാ ഹഖ്ഖു സുക്ന അല സൗജി മാ ദാമത് മുഅ്തദ്ദത്തുൻ മിൻഹു. ഈ സമയത്ത്, ഈ ശുദ്ധികാലത്ത്, ഈ 3 ആർത്തവം കഴിയുന്നത് വരെയുള്ള സമയത്ത്, അതാണ് ഇദ്ദ. ആ സമയത്ത് ഭർത്താവിന്റെ ബാധ്യതയാണ് അവളുടെ സുഖ്ന, അവളുടെ താമസം ഇയാളുടെ ചെലവിലായിരിക്കണം. അതുപോലെ അവളുടെ ബാക്കി കാര്യങ്ങളും. ഫലൈസ ലിർറജുലി അൻ യുഖ്രിജഹ. ആ സമയത്ത് ഭർത്താവ് ഇയാളുടെ ചെലവിൽ നിന്ന്, അവളുടെ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കാൻ, എന്ന് പറഞ്ഞാൽ ഇയാളുടെ ചെലവിൽ കഴിയുന്ന സ്ഥലത്ത് നിന്ന് അവളെ പുറത്താക്കാൻ പാടില്ല. വലാ യജൂസു ലഹ. അവൾക്ക് അനുവാദവുമില്ല. അയ്ദൻ അൽ ഖുറൂജ്, പുറത്തേക്ക് പോകാൻ അനുവാദമില്ല. ലിഅന്നഹ മുഅ്തഖിലത്തുൻ ലിഹഖ്ഖി الزوج അയ്ദാ. കാരണം അവൾ ഈ ഭർത്താവിന്റെ കീഴിൽ തന്നെയാണ് ആ സമയത്ത് ഇദ്ദ കഴിയുന്നത് വരേക്കും. ഇല്ല അൻ യഅതീന ബിഫാഹിശത്തി മുബയ്യിന. അല്ലാഹു ഒരവസ്ഥ കൂടെ ഒഴിവാക്കി പറഞ്ഞു. അവളെ പുറത്താക്കേണ്ടത് അവൾ പോകുകയും അരുത്. ഇല്ല അൻ യഅതീന ബിഫാഹിശത്തി മുബയ്യിന. വ്യക്തമായ ഫാഹിശത്ത് അവൾ ചെയ്താൽ ഒഴികെ. ഫാഹിഷ എന്നത് പൊതുവെ ഉപയോഗിക്കാറുള്ളത് വ്യഭിചാരത്തിനാണ്. സിന, അതാണ് ഫാഹിഷ എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖറബുസ് സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വലാ തഖറബുസ് സിന. നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കരുത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാൽ അതിന്റെ മുഖദ്ദിമാത്ത്, അതിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. എത്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരുന്നാൽ സിനയിൽ നിന്ന് രക്ഷപ്പെടൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ഒഴിവാക്കൽ എളുപ്പമാണ് യഥാർത്ഥത്തിൽ. എന്നാൽ അതിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനൊന്നാമത്തെ കാര്യം കണ്ണുകൾ താഴ്ത്തലാണ്. യാ അയ്യുഹല്ലദീന ഖുൽ ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. സത്യവിശ്വാസികളോട്, മുഅ്മിനുകളോട് പറയൂ നബിയെ, അവർ കണ്ണുകൾ താഴ്ത്തട്ടെ. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവങ്ങൾ അവർ സൂക്ഷിക്കട്ടെ. കാരണം കണ്ണെന്നത് ഖൽബിലേക്കുള്ള മാർഗമാണ്. കണ്ണിലൂടെ നീ വലിച്ചു കയറ്റുന്നത് എവിടെയാണ് പോയി വീഴുന്നത്? ഖൽബിലാണ്. കണ്ണിലൂടെ കയറുന്ന മാലിന്യങ്ങളൊക്കെ ചെന്ന് വീഴുന്നത് എവിടെയാണ്? ഖൽബിലാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇതാ നിന്റെ കണ്ണുകൾ നീ സൂക്ഷിക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നദറു സഹ്മുൻ മിൻ സിഹാമി ഇബ്ലീസ്. നോട്ടം എന്നത് ശൈത്താന്റെ വിഷം പുരട്ടിയ അമ്പുകളിൽപ്പെട്ട ഒരു അമ്പാണ്. എവിടെയാണ് ഈ അമ്പ് പോയി തറക്കുന്നത്? എവിടെ തറക്കുക? ഖൽബിലാണ് തറക്കുന്നത്. ഇത് തറക്കുന്നത് അവനവന്റെ ഖൽബിലാണ്. അപ്പൊ നിന്റെ ഖൽബിനെ നീ രോഗിയാക്കുന്നു, മരീദാക്കുന്നു നിന്റെ നോട്ടം കൊണ്ട്. നേരെ താഴ്ത്തിയോ അള്ളാഹു ഈ ദുനിയാവിൽ നിനക്ക് തരുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്. സൂറത്തുൻ നൂറിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വളരെ അടുത്തുള്ള ആയത്തുകളിൽപ്പെട്ടതാണ് അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്വാഹ്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു റഹിമഹുല്ലാഹ്, ഇതിൽ സൂചനയുണ്ട്. അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് കണ്ണുകൾ താഴ്ത്തുന്നവന് അള്ളാഹു നൂറ് നൽകും, അവന് ബസീറത്ത് നൽകും, ഉൾക്കാഴ്ച നൽകും. കാരണം അള്ളാഹുവിന് വേണ്ടി അവന്റെ കാഴ്ചയെ നിയന്ത്രിച്ചു. അപ്പൊ അള്ളാഹു അവന് പകരം എന്താണ് കൊടുക്കുക? ഉൾക്കാഴ്ചയാണ്, ബസീറത്താണ്. ബസീറ അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്. ഒരാൾക്ക് വേഗം കാര്യങ്ങൾ പിടികിട്ടാൻ ഒരാൾക്ക് അള്ളാഹു തൗഫീഖ് കൊടുക്കാൻ. ചില മനുഷ്യന്മാരെ കണ്ടിട്ട് എത്ര പറഞ്ഞാലും തിരിയൂല. പറഞ്ഞുകൊടുത്ത് നമ്മളാകെ സ്വീപ്പായി പോയി, മനസ്സിലാവുകയില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലായ കാര്യമായിരിക്കും, അല്ലെങ്കിൽ പൊതുവെ ആളുകൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. എത്ര പറഞ്ഞു കൊടുത്താലും ആളുകൾക്ക് തിരിയുകയില്ല. സഹോദരങ്ങളെ, ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ പാപങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. അതിന്നല്ലെങ്കിൽ നാളെ നമ്മളെ പിടിച്ചേക്കാം. ഫിത്നകൾ തീർന്നിട്ടില്ല, അവസാനിച്ചിട്ടില്ല, വന്നുകൊണ്ടേയിരിക്കും. ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടം അവസാന കാലം വരേക്കുള്ളതാണ്. ഇതുവരെ നമ്മൾ ഹക്കിനാണ് ഉള്ളത് അൽഹംദുലില്ലാ എന്നാണെങ്കിലും നമ്മുടെ പാപങ്ങൾ അടുത്ത ഫിത്നയിൽ നമ്മുടെ ബാത്തിലിന്റെ കക്ഷികളുടെ കൂട്ടത്തിലാക്കിയേക്കാം. അതിന് കാരണം എന്തായിരിക്കും? ചിലപ്പോൾ നമ്മൾ പാപങ്ങളെ നഊദു ബില്ലാഹ്. അതുകൊണ്ട് പാപങ്ങളെ നന്നായി സൂക്ഷിക്കുക. ദുനൂബുകൾ, തെറ്റുകളുടെ ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ അവർ ദലാലത്തിലാകാൻ വളരെ അടുത്ത സാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ നിഅമത്തില്ലെങ്കിൽ അവർ ദലാലത്തിൽ ആയിപ്പോയേക്കും. അപ്പൊ പല ആളുകളും
ഇപ്പോ പണ്ട് കാലത്ത് സാമ്പത്തിക ശുദ്ധിയില്ലാത്ത ആളുകൾ, പിന്നെ കാണാം അവരെ പച്ച കുഫറിന്റെ ആളുകളായി, നിരീശ്വരവാദികളായി, അതൊക്കെ കാണാം. എന്തുകൊണ്ടാണ്? കുറച്ചു മുമ്പ് പാലിക്കേണ്ട ഇത് ഹക്കവൻ പാലിച്ചിട്ടില്ല എന്നതുപോലെ സഹോദരങ്ങളെ, നന്നായി വൻപാപങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. നാളെ നമ്മൾ പിടിച്ചേക്കാം. വേഗം വേഗം തൗബ ചെയ്യുക, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക, അവനിലേക്ക് തിരിച്ചു പോവുക, അള്ളാഹുവിനോട് ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്താൻ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുക. വഫാഹിഷ എന്നാൽ വ്യഭിചാരമാണ് ആദ്യം. ഇവിടെ ഈ ആയത്തിൽ എന്താണ് ഫാഹിഷ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം? ഇബ്നു കസീർ പറയുന്നു, ലാ യഖ്റുജന മിൻ ബുയൂതിഹിന്ന, അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അവൾ പോകാനോ പാടില്ല. ഇല്ല അൻ തർതകിബൽ മർഅതു ഫാഹിഷതൻ മുബയ്യന, വ്യക്തമായ ഫാഹിഷത പെണ്ണ് ചെയ്താലല്ലാതെ. ഫതുഖ്റജു മിനൽ മൻസിൽ, അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വരും. വൽ ഫാഹിഷത്തുൽ മുബയ്യനതു തശ്മലു സിനാ, ഇവിടെ അള്ളാഹു പറഞ്ഞ വ്യക്തമായ ഫാഹിഷ, വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കാൻ കാരണമാകുന്ന ഫാഹിഷ എന്നതിൽ സിന, വ്യഭിചാരം ഉൾപ്പെടും. എന്നാൽ വ്യഭിചാരം മാത്രമല്ല, വതശ്മലു മാദാ നശദത്തിൽ മർഅതു ഔ ബദത് അലാ അഹ്ലിർ റജുലി വആദതുഹും ഫിൽ കലാമി വൽ ഫിആൽ. ചില സ്ത്രീകൾ ഉണ്ടാവും, നാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ ജനങ്ങളെ ഒന്നാകെ ദ്രോഹിച്ചു കളയും, ഭർത്താവിനെയും അയാളുടെ വീട്ടുകാരെയും ഒക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ അവളെ നിർത്താൻ പറ്റൂല എന്ന അവസ്ഥ ഉണ്ടാവും ചില സമയത്ത്. അപ്പോ അങ്ങനെയുള്ളവളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയത് കൊണ്ട് കുറ്റമില്ല. ഇതിലെല്ലാം അള്ളാഹു ആദ്യം പറഞ്ഞത് മറക്കാതിരിക്കുക. വത്തഖുല്ലാഹ റബ്ബക്കും, നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ സൂക്ഷിക്കുക. കാരണം ചിലപ്പോൾ തകരാറ് അവൾക്കായിരിക്കൂല, അവനായിരിക്കും. നമ്മുടെ വാക്ക്, നമ്മൾ പറഞ്ഞ വാക്കുകൾ അതായിരിക്കും നമുക്ക് തിരിച്ചടിക്കുക. പല സലഫുകളും പറഞ്ഞിട്ടുണ്ട്, നീ മോശമായത് പറഞ്ഞാൽ, വാക്ക് സൂക്ഷിക്കാതെ നല്ലത് പറയാതെ മോശമായ വാക്ക് പറഞ്ഞാൽ പിന്നെ മോശമായത് കേൾക്കേണ്ടി വന്ന ആരെയും പരാതി പറയണ്ട. മനസ്സിലായോ? അങ്ങോട്ട് മോശമായത് പറഞ്ഞിട്ട് മോശമാവണമെന്നില്ല, ചിലപ്പോൾ ആവശ്യമില്ലാത്തതായിരിക്കും. അങ്ങോട്ട് ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ ഇങ്ങോട്ട് ആവശ്യമില്ലാത്തത് കേട്ടാൽ പിന്നെ എന്ത് പറയണ്ട, പരാതി പറയണ്ട. തുടങ്ങിയാരാ? നീയാണ്. അപ്പൊ എന്നതുപോലെ കലാമിനങ്ങനെ കുറെ ഒരുപാട് അനന്തരഫലങ്ങളുണ്ട്. നളറിനുള്ളതുപോലെ, നോട്ടത്തിനുള്ളതുപോലെ, വാക്കിന് എമ്പാടും മോശമായ ഫലങ്ങളുണ്ട്. സലഫുകൾ പലരും പറഞ്ഞതുപോലെ ഞാൻ സംസാരിച്ചതിന് ഒരുപാട് തവണ ഞാൻ ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട്. വെറുതെ അങ്ങനെ പറഞ്ഞത്, ഞാൻ പറഞ്ഞുവല്ലോ. എന്നാൽ ഞാൻ മിണ്ടാതിരുന്നതിന് ഇതുവരെ ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട്. അസ്വംതു ഹിക്മ വഖലീലുൻ ഫാഇലു, അസ്വംതു ഹിക്മ വഖലീലുൻ ഫാഇലു. ലുഖ്മാൻ ഉണ്ടല്ലോ, പഴയ ലുഖ്മാൻ അൽ ഹക്കീം, അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ആ സാലിഹായ മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞ വാക്കാണിത് എന്നാണ് പല കിതാബുകളിലും കാണുന്നത്. വല്ലാഹു അലം. അസ്വംതു ഹിക്മ വഖലീലുൻ ഫാഇലു, മൗനം, മിണ്ടാതിരിക്കാന്നുള്ളത് ഒരു ഹിക്മത്താണ്. പക്ഷെ അത് ചെയ്യുന്നവർ വളരെ കുറവാണ്. മിണ്ടാതിരിക്കാന്നുള്ളത് ഒരു ഹിക്മത്താണ്, പക്ഷെ അത് ചെയ്യുന്നവർ വളരെ കുറവാണ്. ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു وما بقي إلا صورة اللحم والدم وكائن ترى من ساكت لك معجب وكائن ترى من ساكت لك معجب زيادته أو نقصه في التكلم. الأعور الشني എന്ന് പേരുള്ള ഒരു കവി ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്, മുആവിയ റളിയല്ലാഹുവിന്റെ കാലത്താണ്. അയാളാണ് പാടിയത് എന്നാണ് പറയപ്പെടുന്നത് ഈ കവിത. لسان الفتى نصف ونصف فؤاده وما بقي إلا صورة اللحم والدم وكائن ترى من ساكت لك معجب زيادته أو نقصه في التكلم. لسان الفتى نصف, ഒരു മനുഷ്യന്റെ നാവാണ് അയാളുടെ പകുതി, ബാക്കി പകുതി ഖൽബും. പിന്നുള്ളതൊക്കെ വെറും ചോരയും മാംസവും അല്ലാതെ വേറെന്താണ്? ഒരാളെ നീ കണ്ടാൽ അയാൾ മിണ്ടാതിരിക്കുന്ന കാലത്തോളം നിനക്ക് അയാളെ കുറിച്ചൊരു അജബ് തോന്നും. എന്താ ഇയാള്, ഒരത്ഭുതം തോന്നും. അത് കൂടുന്നതും കുറയുന്നതും അയാൾ മിണ്ടിയാലാണ്. അയാളെ കുറിച്ചുള്ള ധാരണ ഒന്നുകിൽ പൊളിയും അല്ലെങ്കിൽ ഉയരും. അതൊക്കെ എന്തിനനുസരിച്ചിട്ടാണ്? പിന്നെ അയാൾ സംസാരം കേട്ടാലാണ് എന്നൊരു കവി പാടുകയുണ്ടായി. 3 കവികൾ ഒരുമിച്ച് ചേർന്നു, എന്നിട്ട് 3 ആളും ഈ 2 വരികൾ പാടി. അപ്പൊ ബാക്കി 2 ആളുകൾ പറഞ്ഞു, ഇദ്ദേഹം നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞു ഈ കവിത കേട്ടപ്പോൾ. അസ്സും എന്ന ഇബ്നു അബി ദുനിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ കവിത ഉദ്ധരിച്ചിരിക്കുന്നു. എന്നതുപോലെ ചിലപ്പോൾ നമുക്കായിരിക്കും പ്രശ്നം, നമ്മൾ പ്രശ്നമുണ്ടെന്ന് കരുതുന്ന ആളുകൾക്കല്ല. അതുകൊണ്ട് നമ്മൾ നമ്മളെ കുറിച്ച് മുഹാസബ,
സ്വന്തത്തെക്കുറിച്ചുള്ള വിചാരണ, ആത്മവിചാരണ ഏത് സമയത്തും നടത്തിക്കൊണ്ടേയിരിക്കണം. അതൊരാളുടെ ഖൈറിന്റെ ലക്ഷണമാണ്. അവനവന്റെ തെറ്റുകളെക്കുറിച്ച് ബോധമുണ്ടാവുക, അതിനെക്കുറിച്ച് ആലോചിക്കുക എന്നത് ഒരാളുടെ നന്മയുടെ ലക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതുപോലുള്ള വ്യക്തമായ ഫാഹിഷത്തുള്ള പെണ്ണാണോ എങ്കിൽ അവളെ ചിലപ്പോ പുറത്താക്കേണ്ടി വരും, തെറ്റില്ല. എന്താണ് ഈ ഫാഹിഷത്തു മുബയ്യന? ഒന്നുകിൽ വ്യഭിചാരം, അല്ലെങ്കിൽ ഭർത്താവിനോടും വീട്ടുകാരോടുമുള്ള വൃത്തികെട്ട വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് അവരെ ദ്രോഹിക്കുക എന്നതും ഫാഹിഷത്തിൽ ഉൾപ്പെടും. അങ്ങനെയുള്ളവരെ പുറത്താക്കിയാൽ തെറ്റില്ല. വതിൽക ഹുദൂദുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ്. ഇബ്നു കസീർ പറയുന്നു, ഐ ശറായഉഹു വമഹാരിമുഹു, അള്ളാഹുവിന്റെ ദീനിലെ നിയമങ്ങളും അവൻ പവിത്രമാക്കിയ ലംഘിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളുമാകുന്നു. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, ആര് അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ വിട്ടുകടന്നുവോ, ഐ യഖ്റുജു അൻഹാ വയതജാവസുഹാ ഇലാ ഗൈരിഹാ വലാ യഅ്തമിറു ബിഹാ, അള്ളാഹു കൽപ്പിച്ചത് അനുസരിക്കാതെ അതല്ലാത്തതിലേക്ക് ചാടിപ്പോകുന്നു, ഫഖദ് ളലമ നഫ്സഹ, അവൻ സ്വന്തത്തോട് ദുൽമു ചെയ്തിരിക്കുന്നു. ഐ ബിഫിഅലി ദാലിക, അത് ചെയ്തത് മുഖേന ആരാണ് അവൻ ദ്രോഹിച്ചിട്ടുള്ളത്? അവനവനെയാണ്. അള്ളാഹുവിനോട് ദുൽമു ചെയ്യാൻ കഴിയോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞുവെന്ന്, യാ ഇബാദി ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈആ. ഓ മനുഷ്യരെ, എന്റെ അടിമകളെ, നിങ്ങളിൽ ആദ്യത്തെ ആളും അവസാനത്തെ ആളും, നിങ്ങളിലെ ജിന്നും ഇൻസും, മനുഷ്യരും ജിന്നുകളും എല്ലാം ഏറ്റവും വൃത്തികെട്ട കൽബുള്ള ഒരുവന്റെ കൽബാണ് നിങ്ങളുടെ എല്ലാവരുടേതെങ്കിലും എങ്കിൽ പോലും ഏറ്റവും വൃത്തികെട്ട കൽബ് അതാരുടേതാണ്? ഇബ്ലീസിന്റെ. ഇബ്ലീസിനെ പോലെയായി ലോകത്തെല്ലാവരും, എങ്കിലും മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈആ, എന്റെ മുൽക്കിൽ നിന്ന് ഒന്നും കുറയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അവന് റബ്ബിന്റെ മഹത്വമോ അവന്റെ അധികാരമോ ഒന്നും കുറയുകയില്ല. അതിന്റെ മറുവശവും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യാ ഇബാദി ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈആ. നിങ്ങളിൽ എല്ലാവരും, നിങ്ങളിൽ മനുഷ്യരും ജിന്നുകളും ആദ്യത്തെ ആളോ അവസാനത്തെ ആളോ എല്ലാവരും ഏറ്റവും നല്ല കൽബുള്ള ഒരാളുടേതുപോലെയായി നിങ്ങളുടെ എല്ലാവരുടെ കൽബ്. അതാരുടെ കൽബാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയെ പോലെയായി നോട്ടിക്കോ എല്ലാവരും, എങ്കിലും അള്ളാഹിന്റെ മുൽക്കിൽ നിന്നൊന്നും കൂടാനില്ല. അതുകൊണ്ട് ആര് പരലോകത്തെത്തി അവന് ഖൈറ് കിട്ടിയോ, ഫലിഹ്മദില്ലാഹ്, അവൻ അള്ളാഹിനെ സ്തുതിക്കട്ടെ. വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ, ഖൈറല്ല നരകമാണ് കിട്ടിയത്, അദാബാണ് കിട്ടിയത്, സ്വന്തത്തെ അല്ലാതെ അവൻ കുറ്റം പറയേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസാണ്. ഇമാം അന്നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസ് അദ്ദേഹത്തിന്റെ 40 ഹദീസുകളിൽ വരെ 40 ഹദീസുകൾ മാത്രം കൊണ്ടുവന്ന 42 40 എന്ന് റൗണ്ട് ചെയ്ത് പറയുന്ന അൽ അർബഊൻ അന്നവവിയ്യ, അതിൽ വരെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള മഹത്തായ ഒരു ഹദീസാണ്. എന്നതുപോലെ സ്വന്തത്തോടാണ് അതിക്രമം ചെയ്യുന്നത്. അള്ളാഹുവിനെ ധിക്കരിച്ച് ഏതൊരാളും ദുൽമ് ചെയ്യുന്നത് അവനവനോടാണ്. ചെയ്ത ദുൽമിന്റെ ഫലം അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും, ഈ ലോകത്തും പരലോകത്തും. ഈ ലോകത്ത് വരുന്ന ദുരന്തങ്ങളായി മറ്റു വല്ലതുമായി അള്ളാഹുവിന്റെ പിടുത്തം അവൻ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. അല്ലാഹു അഅലം. എന്നിട്ട് അള്ളാഹു പറയുന്നു, ലാ തദ്രി, നിനക്കറിയില്ല, ലഅല്ലല്ലാഹ, അള്ളാഹു ആക്കിയേക്കാം, യുഹ്ദിസു, പുതുതായി കൊണ്ടുവന്നേക്കാം, ബഅദ ദാലിക, അതിനുശേഷം അഥവാ തലാഖിന് ശേഷം, അംറ, വല്ല കാര്യവും. എന്താണത്? ഇബ്നു കസീർ പറയുന്നു, ഇന്നമാ അബ്ഖൈനൽ മുതല്ലഖ, അഥവാ അതിന്റെ അർത്ഥം അള്ളാഹു ഇങ്ങനെയാണ് പറയുന്നത്, തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയെ നാം നിർത്തണമെന്ന് പറഞ്ഞത്, ഫി മൻസിലി സൗജ്, ഭർത്താവിന്റെ വീട്ടിൽ, ഫി മുദ്ദത്തിൽ ഇദ്ദ, ഇദ്ദയുടെ കാലത്ത് ഭർത്താവിന്റെ വീട്ടിൽ തന്നെ തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിനെ നിർത്തണം എന്ന് നാം പറഞ്ഞത്, ലഅല്ല സൗജ്, ഭർത്താവ് ചിലപ്പോൾ ആയേക്കാം, യൻദമു അലാ തലാഖിഹ, തലാഖ് ചൊല്ലിയതിൽ അയാൾക്ക് ഖേദം തോന്നിയേക്കാം, വയഖ്ലുഖുല്ലാഹു ഫി ഖൽബിഹി റജഅതഹ, അല്ലാഹു അവളുടെ ഖൽബിൽ അവളെ തിരിച്ചെടുക്കാനുള്ള ആഗ്രഹം ഇട്ടുകൊടുത്തേക്കാം, ഫയകൂനു ദാലിക ഐസർ വഅസ്ഹൽ, അങ്ങനെ തോന്നിയാൽ തിരിച്ചെടുക്കാൻ എളുപ്പവും ഏറ്റവും നല്ല, വളരെ എളുപ്പത്തിൽ അത് നടക്കാൻ ഇതാണ് ഖൈർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഉൽഫത മിനല്ലാഹ് വൽ ഫുർഖത മിനശ് ശൈത്താൻ, ഈ അടുപ്പം, ചേർച്ച, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അടുപ്പവും ചേർച്ചയും റബ്ബിങ്കിൽ നിന്നുള്ളതാണ്, അള്ളാഹ് ഇഷ്ടപ്പെടുന്നതാണ്. അവർ തമ്മിലുള്ള വെറുപ്പും ഭിന്നതയും ശൈത്താനിൽ നിന്നാണ്. അതുകൊണ്ട്
നീ നിന്റെ ഭാര്യയെ ആദ്യം കണ്ടാൽ അവളെ പിന്നിൽ നിർത്തി 2 റക്അത്ത് നിസ്കരിക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറഞ്ഞാൽ കല്യാണം കഴിച്ചാൽ ആദ്യം പെണ്ണിനെ ആദ്യം കാണുമ്പോൾ ഭർത്താവ് ഇമാമായിരുന്നു, ഭാര്യ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് പറയുന്നതിന് മുമ്പ് പറഞ്ഞു, ഉൽഫ അടുപ്പം അത് റബ്ബിങ്കിൽ നിന്നാണ്, ഫുർഖ അത് ശൈത്താനിൽ നിന്നാണ്. അതുകൊണ്ടാണ് ശൈത്താൻ ഏറ്റവും ഇഷ്ടം എന്താണ്? നോക്ക്, ഒരാള് ശൈത്താൻ അവന്റെ കൊട്ടാരം, അവന്റെ സിംഹാസനം വെള്ളത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കടലിലാണ്. അവന്റെ സൈന്യങ്ങൾ അവനയക്കും. ഓരോരുത്തരും വന്ന് ശൈത്താനോട് വന്ന് പറയും, ഇതാ ഞാൻ ഇന്നൊരുത്തനെ കൊണ്ട് വ്യഭിചരിപ്പിച്ചു. ശൈത്താൻ പറയില്ല, അവൻ തൗബ ചെയ്തു, ഞാൻ ഇന്നൊരാളെ കൊണ്ട് ഇങ്ങനെ ചെയ്തു, നാളെ നന്നായിരിക്കും. അപ്പൊ വേറൊരാൾ വന്ന് മറ്റൊരു ശൈത്താൻ വന്ന് പറയുന്നു, ഞാൻ ഇന്നൊരുവനെയും അവന്റെ ഭാര്യയും തമ്മിൽ തെറ്റിച്ചു. ഇബ്ലീസ് ഇയാളെ അഭിനന്ദിക്കുമെന്നാണ്. നിഅമ അൻത, നീ എത്ര നല്ലവനാണ്, നീയാണ് ആൺകുട്ടി എന്ന രൂപത്തിൽ ഇബ്ലീസ് അവന്റെ അനുയായിയെ, ശൈത്താന്മാരിൽ ഒരാളെ അഭിനന്ദിക്കും. എന്താണ് ഇതിന്റെ ഷർറ്? വളരെ വലുതാണ്. ഒരാൾ തന്റെ ഭാര്യയുമായി തെറ്റിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതം ഒന്നാകെ പൊളിയുന്ന രൂപത്തിൽ അയാൾ ഒരുപാട് ഹറാമുകളിലേക്ക് ചാടാൻ സാധ്യതയുണ്ട്. ഒരുപാട് മോശമായ ഫലങ്ങൾ അതിന്റെ ഫലമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ ഷർറ് വളരെ വലുതാണ്. അതുകൊണ്ടാണ് നമുക്ക് ശൈത്താൻ എപ്പോഴും ശ്രമിക്കുക എന്താണ്? ഈ ഭാര്യയുമായി തെറ്റിക്കാനാണ്. എന്നാൽ നമുക്ക് അപ്പുറത്ത് ഇവന് ഹറാമായ, ഇവന് ബന്ധമില്ലാത്ത അന്യായ ഒരു പെണ്ണിനോട് എന്താണ്? പണ്ഡിതന്മാർ പറയാറുണ്ട്, ചില ആളുകൾ അജ്നബിയത്തായ അന്യായ ഒരു പെണ്ണിനോട് എപ്പെങ്കിലും സംസാരിക്കേണ്ടി വന്നാൽ ഏറ്റവും അഹ്സനായ സൂറത്തിലാണ് അവനെ സംസാരിക്കുക. എന്താ അവന്റെ മാന്യത, എന്താ അവന്റെ സംസാരത്തിന്റെ ഒരു മൊഞ്ചെന്താണ്? പണ്ഡിതന്മാർ പറയാം, ഇതേപോലെ എന്റെ ഭാര്യനോട് സംസാരിക്കും, കാര്യങ്ങൾ വളരെ എളുപ്പമാകും. കാരണം അവർ പറയാറുണ്ട്, സ്ത്രീകൾ എന്നാൽ അവരെ ഇസ്തിമാലത്ത് വളരെ എളുപ്പമാണ്, അവർ വേഗം ചായുന്നു വരാൻ. അതിനുള്ള ഉദാഹരണമാണ് ഒരു സ്ത്രീയെ ഒരു ഭർത്താവ് വിവാഹം ചെയ്യുന്നു, അയാൾ മരിച്ചു വന്നു, വേറൊരാൾ വിവാഹം ചെയ്യുന്നു, വളരെ നല്ല സ്നേഹത്തിൽ, മുമ്പ് ഇങ്ങനൊരു ജീവിതമേ ഉണ്ടായിട്ടില്ല എന്നതുപോലെ അവൾ പുതിയ ഭർത്താവുമായി ഇണങ്ങിച്ചേരുന്നു. കാരണം അല്ലാഹു അങ്ങനെയാണ് അവരെ പഠിച്ചിട്ടുള്ളത്, പുരുഷന്മാരിലേക്ക് ചായുന്ന രൂപത്തിൽ. അതുകൊണ്ട് ഒരു പുരുഷൻ അയാളുടെ ഏറ്റവും ഹൈറായ അയാളുടെ കഴിവാണ് അയാൾ തന്റെ ഭാര്യയെ തന്നിലേക്ക് ചായുന്നവളാക്കുക എന്നത്. ഒന്നും വേണ്ട, നല്ല വർത്താനം പറഞ്ഞാൽ മതി. ഈ പുറത്തുള്ള പെണ്ണുങ്ങളോട് പറയുന്ന മൊഞ്ചും മാന്യതയും മിടുക്കും അത്രയൊന്നും വേണ്ടല്ല. അതിന്റെ ഒരു വളരെ ചുരുങ്ങിയ ശതമാനം പ്രയോഗിച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടും. അപ്പൊ സഹോദരങ്ങൾ, ഇത് നമ്മളൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഹഖീഖത്താണ്. എത്ര മാന്യന്മാരായിട്ടാണ് അന്യരായ പെണ്ണുങ്ങളുടെ മുന്നിൽ ആളുകൾ സ്വയം പ്രദർശിപ്പിക്കുന്നത്. പല ആളുകളും പണ്ഡിതന്മാരോട് ചോദിക്കാറുണ്ട്, അവർ തലാഖ് ചൊല്ലിയതിനു ശേഷം, ചിലപ്പോൾ 3 ചൊല്ലിയതിനു ശേഷം വരെ അവർക്ക് ഭാര്യമാരോട് അതിനുശേഷം വളരെ അടുപ്പം തോന്നുകയാണ്. ചിലപ്പോൾ 3 തലാഖും കഴിഞ്ഞതിന് ശേഷം ഇവനുമായി ബന്ധം വേർപെട്ടതിന് ശേഷം അവർ പിന്നെ ഏർപ്പെടുന്ന ബന്ധം എന്താണ്? ഹറാമായ ബന്ധമാണ്. കുറച്ചു മുമ്പ് ഇത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഹലാലായ പുണ്യകരമായ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? ഫി ബുദ്ഇ അഹദികും സദഖ, നിങ്ങളൊരാൾ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പുണ്യകരമായ ഒരു കാര്യമായിരുന്നു. തലാഖിന് ശേഷം ഇത് ഹറാമായി. ആ കാലത്ത് ഇവന് വെറുപ്പായിരുന്നു അവന്റെ ഭാര്യയോട്. അതിനുശേഷം അതാ ശൈത്താൻ അടുപ്പിക്കുകയാണ്. ഇതാണ് ശൈത്താന്റെ തന്ത്രം, കുതന്ത്രം. ഇത്ര മോശമായ കുതന്ത്രമാണ് അവൻ്റെത്. നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു നമുക്ക് ഖൈറ് വെച്ചിട്ടുള്ള ബന്ധങ്ങളിൽ ശൈത്താൻ വെറുപ്പുണ്ടാക്കും. എന്നാൽ അള്ളാഹ് ഹറാമാക്കിയിട്ടുള്ള പുറത്തുള്ള ഏതെങ്കിലും പെണ്ണിനോട്, അജ്നബിയത്തായ ഒരു പെണ്ണിനോട് ഹുബ്ബ് തോന്നിക്കും. ഇതൊക്കെ ആരുടെ പണിയാണ്? ശൈത്താന്റെ പണിയാണ്. ഇതൊക്കെ ശൈത്താന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ശൈത്താൻ ഒരു സ്ത്രീയുടെ രൂപത്തിൽ വരും,
തിരിഞ്ഞു നടക്കും, മുൻഭാഗം പ്രദർശിപ്പിച്ചും പിൻഭാഗം പ്രദർശിപ്പിച്ചും നടക്കും. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ കണ്ടാൽ അവനവന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലട്ടെ, കാരണം ഇവൾക്കുള്ളതൊക്കെ അവൾക്കുമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങി, അവിടുന്ന് ഒരു പെണ്ണിനെ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ എന്തോ തോന്നി. അവിടുന്ന് വേഗം അവിടുത്തെ ഭാര്യയുടെ അടുത്തേക്ക്, സൈനബ റളിയല്ലാഹു അൻഹ അടുത്തേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആഗ്രഹം തീർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മാതൃകയാണ്. കാരണം എന്താ? അള്ളാഹു ഹലാലാക്കിയതിൽ നമുക്ക് തൃപ്തി ഉണ്ടാവുക, അള്ളാഹു ഹറാമാക്കിയതിനോട് നമുക്ക് ഹുബ്ബ് തോന്നിപ്പിച്ചു തരുന്നത് ആരാണ്? ശൈത്താനാണ്. ചിലപ്പോ നമ്മൾ രണ്ടാമത് നോക്കിയില്ലായിരിക്കാം, ഒറ്റ തവണ നോക്കിയിട്ടുണ്ടാവുള്ളൂ. അതിൽ തന്നെ ശൈത്താൻ പിടിച്ചേക്കാം. ശൈത്താന്റെ കുതന്ത്രം അത്രയും വലുതാണ്. ഒരു തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ താലിബിനോട് പറഞ്ഞില്ല, ഫഇന്ന ലക്കൽ ഊല, ഒന്നാമത്തേത് നിനക്ക് അനുവദനീയമാണ്. എന്താ ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തെ അനുവദനീയാണെന്ന് പറഞ്ഞാൽ ഒരു തവണ കണ്ട അങ്ങനെ തന്നെ നോക്കിക്കലാണോ? അല്ല, കണ്ടാൽ കണ്ണുകൾ താഴ്ത്താനാണ് അള്ളാഹു പറഞ്ഞത്. യഗ്ദൂ മിൻ അബ്സാരിഹിം, കണ്ണുകൾ താഴ്ത്തുക. പിന്നീട് നീ രണ്ടാമത് നോക്കാൻ പാടില്ല. ഒന്നാമത്തെ നോട്ടം ദീർഘിച്ചു നോക്കാനോ, കണ്ടുപോയാൽ നീ ആ നോട്ടം തുടരാനോ, രണ്ടാമത് നോക്കാനോ നിനക്ക് പാടില്ല. എന്നാൽ നോക്ക്, ഇതൊന്നും ചെയ്തില്ല, നമ്മൾ നോക്കിയതുമില്ല, ആദ്യത്തെ നോട്ടം തന്നെ ദീർഘിപ്പിച്ചതുമില്ല, കണ്ണുകൾ താഴ്ത്തി, രണ്ടാമത് അങ്ങോട്ടേക്ക് നോക്കിയതുമില്ല. എങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ കണ്ണുകൾ പതിഞ്ഞുപോയേക്കാം. എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിഹാരം പഠിപ്പിച്ചു. അവന്റെ ഭാര്യയുടെ അടുത്തേക്ക് അവൻ ചെല്ലുക, അവന്റെ ആഗ്രഹം തീർക്കുക. അപ്പൊ മനസ്സിലാക്കേണ്ടത് എന്തിനാണ്? ശൈത്താൻ വളരെ കടുത്തതാണ് അവന്റെ കെണി, അവന്റെ ഷർറ് വളരെ വലുതാണ്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവന്റെ ദീൻ നമ്മൾ പാലിക്കുക. നമ്മൾ നശിച്ചു പോകും, നമ്മുടെ ദീനില്ലാതെ ആയിപ്പോവും, നമ്മുടെ അഭിമാനമില്ലാതെ ആയിപ്പോവും, എല്ലാം ദുഷിച്ചു പോവും. സമൂഹത്തെ ഒന്നാകെ നശിപ്പിക്കുന്ന തിന്മയാണ് സീന, വ്യഭിചാരം എന്നത്. അതിന്റെ ഷർറ് ഒരാളിൽ നിൽക്കുകയില്ല, മറിച്ച് ഒരുപാട് വലുതാണ് അതിന്റെ ഷർറ്. തലമുറകൾ നീണ്ടു നിൽക്കും. കാരണം ഉപ്പ ഏതെന്നറിയാത്ത കുഞ്ഞുങ്ങളുണ്ടാകും. ഇനി അറിഞ്ഞാലും ആ വ്യഭിചാരത്തിന്റെ പിതാവിലേക്ക് ചേർത്ത് പിടിക്കാൻ പാടുണ്ടോ? പാടില്ലാത്തതാണ്. ഉദാഹരണത്തിന് ഒരുത്തൻ ഒരു പെണ്ണിനെ വ്യഭിചരിച്ചു, അവളതിൽ ഗർഭിണിയായി, കുട്ടിയുണ്ടായി. അതിനുശേഷം ഇവൻ അവളെ വിവാഹം ചെയ്താൽ പോലും ആ കുഞ്ഞിനെ ഇബിനെന്ന് പറഞ്ഞ് ഇയാളിലേക്ക് ചേർത്ത് വിളിക്കാൻ പാടില്ല. ആ കുഞ്ഞിനെ ഉമ്മയിലേക്ക് മാത്രമേ ചേർത്ത് വിളിക്കാൻ പാടുള്ളൂ. ഫുലാൻ ഇബൻ ഉമ്മിഹി, അതിന്റെ ഉമ്മാന്റെ പേര്. അപ്പൊ നമുക്ക് നസബില്ലാത്ത, പിതൃത്വം ഏറ്റെടുക്കാൻ ആളില്ലാത്ത രൂപത്തിലുള്ള കുട്ടികൾ ഉണ്ടാവുക. ഇങ്ങനെ ദുഷിപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? എന്താണ്? അൽവലദു ലിൽ ഫിറാശ് വലിൽ ആഹിരിൽ ഹജർ. കുട്ടി ആരുടേതാണ്? കുട്ടി ഫിറാശിന്റേതാണ്. അവളുമായി വിരിപ്പിൽ കിടന്ന അവളുടെ ന്യായപ്രകാരമുള്ള ഭർത്താവ് ആരാണോ അയാളിലേക്ക് ചേർത്തിട്ട് മാത്രമേ ആരെ പറയുള്ളൂ? കുട്ടിയെ പറയുള്ളൂ. ഞാൻ വ്യഭിചരിച്ചിട്ടായ കുട്ടിയാണെന്ന് പറഞ്ഞ ഒരുത്തൻ വന്നാൽ അവനെന്താ? അവന് കുട്ടിയെ ചേർത്തി പറയല്ല ചെയ്തത്, ഹജർ, അവന് ഏറാണുള്ളത്. മനസ്സിലായോ? എന്നതുപോലെയാണ്. അപ്പൊ ഇത് ഫിറാഷ്, വൈവാഹിക ബന്ധം, അതിലൂടെ അല്ലാതെ കുട്ടികൾ ഉപ്പയിലേക്ക് ചേർത്തി പറയാൻ പാടില്ല. വ്യഭിചാരിണിയായ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ ഒരു മുസ്ലിമിന് പാടില്ല. അത് മുശ്രിക്കിന്റെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ചേർത്തി പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ സമൂഹത്തെ ഒന്നാകെ ദുഷിപ്പിച്ച് കളയുന്ന, നശിപ്പിച്ച് കളയുന്ന തെറ്റാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അപ്പൊ നോക്കണം, അതിലേക്ക് കൊണ്ടുപോകുന്ന ആൾ ഇപ്പൊക്കെ വളരെ എത്ര എളുപ്പത്തിലാണ് ആളുകൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നത്. വലിയ വലിയ പത്രങ്ങൾ, വലിയ വലിയ മുഖ്യധാരാ പത്രങ്ങളിലൊക്കെയുള്ള ഫീച്ചറുകൾ എന്താണ്? വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധം കുറ്റമാണോ? അവന്റെ ചോദ്യമാണ്. എന്നിട്ട് അവന്റെ ഒരുപാട് പഠനങ്ങൾ, കുറെ ആളുകളുടെ അഭിപ്രായം. എന്ത് തോന്നിവാസാണെന്ന് ആലോചിച്ച് നോക്ക്. ഏത് ദീനിലാണ് വ്യഭിചാരം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്? ഏത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വഹീനാൽ ഇറക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ദീനിന്റെ അസ്ലിൽ, അടിസ്ഥാനത്തിൽ, മനുഷ്യരാൽ തിരുത്തപ്പെടാത്ത ദീനിൽ വ്യഭിചാര ഖൈറാന്ന് പറയോ? ഒരിക്കലുമില്ല. അപ്പൊ നോക്ക്, ഇത്
തെറ്റാണോ അല്ലേ എന്ന് ഓരോരുത്തരും ചർച്ച ചെയ്യുകയാണ്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധം വ്യഭിചാരം എന്ന് പറയില്ല, അതിന് വേറെ പേരിടുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. അപ്പോ സ്വതന്ത്ര ലൈംഗികത ഇതൊക്കെ പറയുന്നവർ കൊണ്ടുപോകുന്നത് എന്തിലേക്കാണെന്ന് ചിന്തിച്ചു നോക്ക്. ഒരു കന്നുകാലികളെ പോലെയുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് അങ്ങനെ നിശ്ചയിച്ചതാണ്. അള്ളാഹു തീരുമാനിച്ചനുസരിച്ച് മാത്രമേ അവർ നീങ്ങുന്നുള്ളൂ എന്നതുപോലെ ഒരു നിയന്ത്രണവുമില്ലാത്ത വെല്ലുപ്രയിക്കില്ലാത്ത എന്ത് കുടുംബം എന്താണ് പിന്നെ ഉണ്ടാകുക? എന്ത് കുടുംബ ബന്ധം? അപ്പൊ ആരിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്? ഇതൊക്കെ അനുവദിച്ചിട്ടുള്ള നാടുകൾ, യൂറോപ്യൻ നാടുകൾ, പാശ്ചാത്യ നാടുകൾ, അവിടുത്തെ അവസ്ഥ എന്താണ്? ചിന്തിച്ചു നോക്ക്. വളരെ മോശമായ രൂപത്തിൽ മാനുഷികമായ യാതൊരു നിലക്കുള്ള മൂല്യങ്ങളും പാലിക്കാത്ത ജീവിതശൈലി, അതിലേക്കാണ് ഇവർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അതിലേക്കാണ്. പലപ്പോഴും അവർ പോലും അറിയാതെ ഇത് അവസാന കുടുംബത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാവും ആരാണ് അവനവന്റെ കുടുംബത്തിൽ ഇത് തൃപ്തിപ്പെടുക, അവനവന്റെ കുടുംബത്തിൽ വ്യഭിചാരം തൃപ്തിപ്പെടുക. പക്ഷെ സംഭവിക്കും. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, നീ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നീ കടം കൊടുത്തതുപോലെ, നീ പുറത്തുപോയി ചെയ്താൽ നിന്റെ വീട്ടിലത് നടക്കും, നിന്റെ വീട്ടിലെ ചുമരെങ്കിലും വ്യഭിചരിക്കും എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു കവിത വന്നിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, നന്നായി നമ്മൾ സൂക്ഷിക്കുക. അതിലേക്ക് എത്തിക്കുന്ന മുഖദ്ദിമാത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കുക. മോശമായ നോട്ടം അതിലേക്ക് എത്തിക്കുന്നതാണ്. ചാനലുകൾ വീട്ടിൽ നിന്ന് അത് പൊട്ടിച്ച് വലിച്ചെറിയാതെ ഒരാളും വിചാരിക്കരുത് അവരുടെ മക്കൾ നന്നാവും. ഒരാൾ വിചാരിക്കേണ്ടത്. കുട്ടികൾ ദൂഷിക്കും. എങ്ങനെയാണ് കുട്ടികൾ നന്നാകുക? ഇവരെന്താണ് ഇതിൽ നോക്കി കാണുന്നത്? ഈ കണ്ടു പഠിച്ചത് എവിടെ പോയി അവർ പ്രയോഗിക്കും? കല്യാണം കഴിക്കാൻ പറ്റൂലല്ലോ, അതിന് 35 വയസ്സാണ്ടേ, അത് പറ്റൂലല്ലോ. അപ്പൊ കുട്ടികൾ ഇത് കണ്ടാൽ ഇതിൽ നോക്കി പഠിച്ച് എവിടെയാണ് ഇവർ പ്രയോഗിക്കുക? അപ്പൊ നോക്കും, അപ്പൊ പുറത്തേക്ക് പോകും. ഇപ്പൊ കണ്ടില്ല, പത്രങ്ങൾ ചർച്ചയാണ്. ആലിംഗനം തെറ്റാണോ? എന്താ കുട്ടികൾ കണ്ടത് പോയി സ്കൂളിൽ പോയി പ്രയോഗിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളും അതിനുണ്ട്. അത് തെറ്റാണോ അല്ലെന്ന് ചർച്ച ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട്. അപ്പൊ സഹോദരങ്ങൾ, ഇങ്ങനെ അരാജകത്വത്തിലേക്ക് ആണ് ആളുകൾ കൊണ്ടുപോകുന്നത്. അതിനവർക്കുള്ള മറയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ എങ്ങനെ മോശമാക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ ലക്ഷ്യം അവർക്ക് നേടണമെങ്കിൽ ഏറ്റവും വലിയ തടസ്സം ഈ ദീനാണ്. അള്ളാഹുവിന്റെ ദീനാണ് അവരുടെ മുന്നിലുള്ള തടസ്സം. അപ്പൊ ഇതിനെ എന്താണ് പ്രാകൃതമാണെന്ന് ചിത്രീകരിക്കുക. 6-ാം നൂറ്റാണ്ടിലേതാണ്, ഇത് പറയാൻ പാടില്ല. തെറ്റാണെന്ന് അവർക്കെതിരെ വാളോങ്ങുക. തെറ്റുകൾ തെറ്റാണെന്ന് പറഞ്ഞവർക്കെതിരെ വാളോങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ എഴുതി വിടാൻ, സ്വതന്ത്ര ലൈംഗികതയിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ഒരു പ്രശ്നമില്ലല്ലോ. സമൂഹ മാധ്യമത്തിൽ എഴുതാം, പത്രത്തിൽ എഴുതാം, ഒരു പ്രശ്നമില്ല. എന്നാൽ ഏതെങ്കിലും തെറ്റുകൾക്കെതിരെ ഒരുത്തം പറഞ്ഞാലോ അവനെ വിടൂല. അപ്പൊ ഇതാണ് സഹോദരങ്ങളെ അവസ്ഥ. ഇതിലേക്ക് പോകുന്നവർ സ്വയം ആണ് നാശത്തിലേക്ക് പോകും. ഇസ്ലാമിലൊന്നും സംഭവിക്കുകയില്ല. അള്ളാഹുവിന്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അള്ളാഹു അതിനെ സംരക്ഷിക്കും. നശിച്ചവൻ നശിക്കും. നശിക്കാൻ അള്ളാഹു തീരുമാനിച്ചവൻ നശിച്ചു പോകും. ഇതിന്റെ ഒക്കെ ഷർറ് അവനവന്റെ കുടുംബത്തിലും സമൂഹത്തിലുമാണ് ഉണ്ടാവുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീൻ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും മുസ്ലിം ഉമ്മത്തിനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.